കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കുട്ടിക്കാലവും സ്കൂൾ മെമ്മറീസും നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ആ ഓർമ്മകൾ റീക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ സ്കൂൾ റൗണ്ടിലൂടെ. ഞാനും എൻ്റെ ആളിന്റെ ഇന്നത്തെ എപ്പിസോഡിലും നമ്മൾ ഇന്നലത്തെ ചില കാഴ്ചകളുടെ മനോഹരമായ തുടർച്ചയാണ് കാണാൻ പോകുന്നത്. ക്യാമറി ഐസ്ക്രീം ലവ് ഹാസ് മെനി ഫ്ലേവേഴ്സ് ആൻഡ് ഈസ്റ്റ് ഈക്കോ പ്രസൻസ് ഞാനും എൻ്റെ ആളും. കോ പവേർഡ് ബൈ പൂജ രാഗ്നി, കോസ്മെറ്റിക് പാർട്ട്ണർ ഡാസ്ലർ എറ്റേന, വേ ടു സ്റ്റാർഡം, സ്പെഷ്യൽ പാർട്ട്ണർ വീഗൽ ആൻഡ് ഹോം. നമ്മളിവിടെ എല്ലാവരുടെയും സ്കൂളിലെ കഥകളും മെമ്മറീസും ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിത്യക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും സ്കൂൾ ടൈമും ഫ്രണ്ട്സിനെ ഒക്കെ മിസ് ചെയ്യണ്ടോ നിത്യ? തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ ആക്ച്വലി മിസ് ചെയ്യുന്നത്? ഞങ്ങളുടെ ആ പഴയ കാലങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല, നമുക്ക് ആലോചിക്കാനേ പറ്റത്തുള്ളൂ. അതെ, പണ്ടത്തെ ഏതെങ്കിലും ടീച്ചറിനെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നാല് പൊന്നാര മോളെ ചെയ്യരുത്. ആഗ്രഹമുണ്ട് ഈ പ്രോഗ്രാം കണ്ടിട്ട് ആരെങ്കിലും കൂടെ പഠിച്ചവര് വരുവോ എന്നെ ഇവിടെ വന്നിട്ട്. ജോൺ ചേട്ടൻ അങ്ങോട്ട് ആഗ്രഹം തോന്നിയില്ലേ? പക്ഷെ ഇനിയിപ്പം ഇപ്പൊ ഈ സെക്ഷൻ കഴിയാണല്ലോ, പിന്നെ എപ്പോഴേലും വന്നാലും മതി. അല്ല, ഞങ്ങള് ആലോചിക്കുന്നുണ്ട്, വേണമെങ്കിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ ഇന്ന് നടക്കില്ലല്ലോ. ഇന്നിപ്പോ നടക്കൂല, പക്ഷെ ഇന്നിപ്പോ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം. നമ്മള് നിത്യയുടെ സ്കൂൾ ടൈം ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വരട്ടെ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നിത്യയുടെ ഫ്രണ്ടിനെ ലെറ്റ്സ് വെൽക്കം വിത്ത് എന്താ ഒരു പൊളി കൈയടി കൊടുത്ത് ബാക്ക് ടു നോർമൽ. എനിക്ക് ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. പാലപ്പം പോയിട്ട് വെള്ളയപ്പം ആണോ പാലപ്പം ആണോ എന്നുള്ളത് കൺഫ്യൂഷനായി. പല ഐഡിയ ഉണ്ടോ? അത് അവിടുന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിത്യ എന്നോട് എന്നെ ഈ ഇൻസിഡൻസ് ഒക്കെ കണ്ടിട്ട് പറഞ്ഞു കേട്ടിട്ട് മനസ്സിലാക്കണല്ലേ നല്ലത്. അത്ര മാറിപ്പോയോ ഫ്രണ്ട്സ്? അത്ര മാറിപ്പോയോ എന്നെ കണ്ടിട്ട് മനസ്സിലാവണില്ല? വർഷം കുറെ ആയില്ലേ, അതിന്റെ ആയിരിക്കും. 23 വർഷമല്ലേ ഗ്യാപ്പ് ഉള്ളൂ. പക്ഷെ 5 മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ നിത്യയുടെ ക്ലാസ്സിൽ തൊട്ട് പുറകിലുണ്ടായിരുന്നു. എന്നിട്ടും എന്നെ മനസ്സിലാവണില്ല. മോശമാണ് കേട്ടോ. നമ്മള് കഷ്ടപ്പെട്ട് തപ്പിക്കൊണ്ടെന്ന് നാട്ടിക്കരുത്. അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോറിൽ നിൽക്കുന്നത്. എനിക്ക് അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയപ്പോ ഞാൻ അത് ശരിക്കും ഹാപ്പി ആയിട്ട് വന്നു. കാരണം എന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡ് പോലും വിശ്വസിക്കില്ലായിരുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വിളിച്ചപ്പോ അവർക്ക് മനസ്സിലായി ഇത് ഇവൾ ഇത്രയും കാലം പറഞ്ഞൊക്കെ സത്യമാണെന്ന്. എനിക്ക് മനസ്സിലാവണില്ല. ശരിക്കും കണ്ണടത്ത് വെച്ചുകൂട്. ശ്രീദേവി മാമിന് ഓർമ്മയുണ്ടോ? ശ്രീദേവി മാമിന് ഓർമ്മയുണ്ട്. പ്രിൻസിപ്പൽ മാമിന്റെ പ്രത്യേകത എന്താന്ന് പറയട്ടെ ഞാൻ. ചെരുപ്പിടില്ല. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? മാമിന് ഓർമ്മ എന്തോ റിലേറ്റീവ് കുട്ടിയാണോ? മനസ്സിലാക്കി കളഞ്ഞല്ല. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ പറഞ്ഞു നോക്കിയേ, പണ്ട് വിജയവാഡയിലെ കാസിന ഹോട്ടലിൽ വെച്ച്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഒരു ക്ലൂടി തരാം. ഞാൻ ആ ഗാങ്ങിലില്ല, നിങ്ങളുടെ ആ റോയൽ 5-ലില്ല. പക്ഷെ അതിന്റെ തൊട്ട് പുറകിലുണ്ടായിരുന്നു. റോയൽ 5 ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. നിത്യ ഇതും കൂടി പറഞ്ഞില്ലെങ്കിൽ തനി കുരുത്തം കെട്ട പിള്ളേരായിരുന്നു. ഈ കാണുന്ന പോലെ തന്നെയാ. ഒരു കൊല്ലം കഴിഞ്ഞ് എന്നെ അറിയില്ല ചിലപ്പം. അങ്ങനെ ഒന്നുമല്ല, പക്ഷെ ഒന്നിക്ക് മാറിയിട്ടുണ്ടാവും ആ ഒരു എട്ടയറും യുനോ. ചായ അത്ര മാറിയിട്ടില്ല എന്നാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും പറയുന്നത്. പക്ഷെ നിത്യക്ക് മാത്രം. രാജശേഖരൻ സാറിന്റെ ക്ലാസ്സിൽ ഇവര് സ്ഥിരമായിട്ട് കോട്ടുവായിട്ട് എണിപ്പിച്ച് നിർത്താറുള്ള പിള്ളേരാണ്. അതെന്താന്നറിയോ? ആ സാറ് പറയും നമ്മളോട് ആവി ഇടാൻ, യോൺ ചെയ്യാൻ പാടില്ല എന്ന് പറയും. ആവി ഇടാൻ പാടില്ല എന്ന്. അപ്പൊ നമുക്ക് ആവി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മൂക്ക് മാത്രം വികസിക്കും. നമ്മൾ കൺട്രോൾ ചെയ്യില്ലേ? കോട്ടുവാ ആവി. നമ്മുടെ കോഴിക്കോട് നമ്മൾ പറയാം ആവി ഇടാന്നാണ്. അതെ, എന്നിട്ട് നോർമൽ വളരെ പ്രശ്നം. നമ്മൾ സിനിമാക്കാർക്ക് മൊത്തത്തിൽ ഒരു ചിന്തപ്പേരുണ്ട്. കാരണം പെട്ടെന്ന് എല്ലാരും മറക്കും. അത് വന്ന വഴി മറക്കുന്നൊക്കെ. പക്ഷെ അത്ര മറക്കാൻ ചാൻസ് ഇല്ലാത്തൊരു മുഖമാണ്. അതെന്താന്നറിയോ? എന്റെ ക്ലാസ്സിന് ഞാൻ എല്ലാവരുമായിട്ട് അത്ര മിങ്കിൾ ചെയ്യാറില്ല. ഈ പറഞ്ഞ റോയൽ 5. അപ്പൊ അവരിടയിൽ തന്നെ അങ്ങ് നിന്ന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിത്യക്കില്ലേ ഒരു സ്കില്ലുണ്ട്, നിങ്ങൾ ആരും അറിയാത്തൊരു സ്കില്ലുണ്ട്. നിമിഷകവിയാണ്. അത് എല്ലാവർക്കും അറിയാലോ. അറിയാലേ?
ഇവര് കമ്പൈൻ സ്റ്റഡി നടത്തുന്നത് മിക്കവാറും നിത്യയുടെ വീട്ടിലായിരിക്കും. കാരണം നിത്യയുടെ അച്ഛൻ പോലീസിലാണ്, അവിടെ പോലീസ് ക്വാർട്ടേഴ്സിലായിരിക്കും മിക്കവാറും ഇവര് കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞ പേരിൽ അവിടെ പോയി ഇരിക്കാറ്. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വായി നോക്കി കിട്ടുന്നതെല്ലാം നിമിഷ കവിയായിട്ട് കവിത രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് നിത്യയുടെ മെയിൻ ഹോബി അവിടെ. എനിക്ക് ആളെ ഒട്ടും മനസ്സിലാവില്ല. എന്നിട്ടാണ് ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു സീക്രട്ട് കൂടി പറയൂട്ടോ. അയ്യോ കയ്യിന്ന് പോയിന്ന് പറയരുത്. എന്താ സീക്രട്ട് പറയോ? പറയട്ടെ. പറഞ്ഞോ. നിത്യ ട്യൂഷന് പോയ വീട് ഭക്ഷണത്ത് ആണല്ലോ, ട്രഡീഷണൽ ആയിട്ടുള്ള ആ ചേച്ചി ട്യൂഷൻ ചേച്ചി പഠിപ്പിക്കുന്ന ആ വീട്ടില്. അതെ. അവിടെ നിങ്ങൾക്കൊരു സീക്രട്ട് ആയിട്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്കിൽ നിത്യയുടെ സകല കാര്യങ്ങളുണ്ട്. നിത്യ പറഞ്ഞു മനസ്സിലായി. ഞാൻ പറയില്ല കേട്ടോ, ഇനി ഞാൻ പറയില്ല. കാരണം അതിലുള്ളത് എനിക്ക് പറയാൻ പാടില്ല. ഇതൊക്കെ ആരാ പറഞ്ഞു തരുന്നതോ? ഞാൻ ആ ക്ലാസ്മേറ്റ്സിലെ, ഞാൻ ആ ക്ലാസ്സിൽ ഉണ്ടായിട്ട് എനിക്ക് ഇതൊക്കെ അറിയാം. ആരും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. വേറെ ആർക്കെങ്കിലും അറിയോ ഇത്? ഇവിടെ ആർക്കെങ്കിലും അറിയോ ഇത്? ഇല്ലല്ലോ. അതൊരു ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ ബുക്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളല്ല ചെയ്തത്, ആൺകുട്ടിയോളം അതിൽ വൃത്തികെട്ട പിക്ചർ വരച്ചു വെച്ചു. അപ്പൊ അത് ടീച്ചർ പിടിച്ചു. അപ്പൊ ടീച്ചർ പിടിച്ചപ്പം പിന്നെ നമ്മളോട് പാരന്റ്സിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 5 ഫ്രണ്ട്സ് ആണല്ലോ, ഞങ്ങൾ തീരുമാനിച്ചു വാ നമുക്ക് ആത്മഹത്യ ചെയ്യാം, ഇനി ജീവിക്കണ്ട. കാരണം അത്ര മോശമായ പിക്ചേഴ്സ് ആണ്, പറയാൻ പോലും കൊള്ളാത്ത അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങള്. നമ്മൾ പറഞ്ഞു ശരി, ഇനി നമ്മൾ നാണം കെട്ടി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് റെയിൽവേ ട്രാക്കിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യാന്ന്. അപ്പൊ ആ ബുക്ക് ഉള്ളത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നെസ്സിയുടെ അടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ അവളുടെ വീട്ടിൽ പോയിട്ട് ബുക്ക് വാങ്ങാൻ വളരെ വിഷമിച്ചിട്ടാ പോകുന്നത്. അപ്പൊ അവളെ അമ്മ പറഞ്ഞു ഏതായാലും വന്നതല്ലേ, ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. അപ്പൊ ഞങ്ങൾക്ക് കൺഫ്യൂഷനായി, ആത്മഹത്യ ചെയ്യണോ അല്ല ബിരിയാണി കഴിക്കണോ എന്ന്. അവസാനം ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് ആത്മഹത്യ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. ഇതൊന്നും കേൾക്കാനല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്, ആ കുട്ടിയെ അറിയോ ഇല്ലയോ? ഈ ബുക്കിനെ പറ്റി എത്ര പേർക്ക് അറിയാം നിത്യ? ഞങ്ങൾ 5 പേര്, പിന്നെ ടീച്ചർ, പിന്നെ കുറച്ച് ആൺകുട്ടിയോളം അങ്ങനൊക്കെ. വേറൊരു പെൺകുട്ടിക്ക് അറിയില്ലേ? ടോട്ടലി എല്ലാവർക്കും അറിയാം. ആ കണ്ണടയൊന്നും എടുത്തേ, അത് ആ മഞ്ഞ കണ്ണടയായിരിക്കും പ്രശ്നം. ഇനി ഒന്ന് പറഞ്ഞേ. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഇനി മനസ്സിലായില്ല? ഇത് അയച്ചിട്ട് മനസ്സിലായില്ലല്ലോ. അപ്പൊ ഞാൻ ഇട്ടോട്ടെ, അത് വെച്ചോ. മനസ്സിലായിട്ടില്ല എന്നല്ല, എനിക്ക് പെട്ടെന്ന് ആളെ കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല. പറയട്ടെ, പേര് പറയട്ടെ. അറിയും മോശമായിപ്പോയി, ഞാൻ എന്നെ കൊണ്ട് തന്നെ ഇങ്ങനെ പേര് പറയിപ്പിക്കുന്നത്. ഭവ്യ. ഭവ്യ എനിക്കറിയാം. ഭവ്യ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എവിടെ വീട്? ഫസ്റ്റ് ബെഞ്ചിലിരുന്ന്. അല്ല, അത് ലോജിക് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. നിങ്ങളുടെ പുറകിലിരുന്നോണ്ട് ഫസ്റ്റ് ബെഞ്ചിലൊന്നും എങ്ങനെ പുറകിലാവണത്? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇരിക്കാറുണ്ട്. എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒന്നെങ്കിൽ ഇരിക്കും. അതാ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യ. നമ്മള് വൻ സർപ്രൈസ് ഭവിയെന്ന് പറഞ്ഞില്ലായിരുന്നു, അറിയില്ലായിരുന്നു. തീർച്ചയായിട്ടും പറഞ്ഞോട്ടോ. മനസ്സിലാവില്ല സത്യം. എനിക്ക് വലിയ മാറ്റമൊന്നും ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നിത്യ മാത്രമേ ഇങ്ങനെ പറയാറുള്ളൂ കേട്ടോ. പക്ഷെ അതേപോലെ ഇരിക്കുന്നു. നമുക്കൊരു സെൽഫി എടുത്താലോ? എല്ലാവരും വരട്ടെ. എനിക്കൊന്ന് താടോ. നീ ഓക്കെ അല്ലേ? എന്തോ ഒരു പ്രശ്നം പോലെ. ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഭവ്യ എന്ന് പറഞ്ഞ കുട്ടി പഠിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരണില്ല. ഞാനല്ലേ? ആണ്. പിന്നെന്തോ സംശയം പോലെ? അല്ല, സംശയമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇത് ആദ്യമായിട്ടാണ് എന്നെ റാഗ് ചെയ്യുന്നത്. എടാ, ഇവരെന്നെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വിളിച്ച് കൊണ്ടുവന്നപ്പോ ഞാൻ എന്നെ കാണുന്നു, ഹായ് ഭവ്യ എന്ന് പറഞ്ഞ് വരുന്നു, ഒരു ഹഗ് ചെയ്യുന്നു, ഉമ്മ തരുന്നു. ഇതൊക്കെ ഞാൻ ചോദിച്ചു മേടിക്കേണ്ട ഒരു അവസ്ഥ. സോറി. എന്താടാ ഇത്? നിനക്ക് എന്നെ മറന്നുപോയോ? ശരിക്കും ആ റോയൽ 5 മാത്രമേ ഉള്ളൂ നിന്റെ മനസ്സിൽ? അങ്ങനെയല്ല, കുറച്ചൊക്കെ അങ്ങനെ. എന്നാലും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോ സോറി ഉറപ്പല്ലേ ഞാൻ തന്നെയാണ് നിന്റെ ക്ലാസ്മേറ്റ് എന്ന്? ഇവിടെ എറണാകുളത്ത് താമസിക്കുന്നത്. പിന്നെ എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് നിത്യ തിരിച്ചുവിടും എന്ന് പറയുമ്പോ, ജോൺ ചേട്ടാ എനിക്ക് ഉറപ്പുണ്ട് അവൾ ഭവിയല്ല എന്ന് പറയുകയാണെങ്കിൽ പറയൂ. അറിയില്ലേ കുട്ടി? മനസ്സിലായില്ല? ഭവ്യ ആണെങ്കിലും അല്ലെങ്കിലും നിത്യയുടെ ഗ്യാസ് ഊരി. ഇപ്പോഴും ആ ഷോക്കിലാണ്. അതാണ്. അതെ, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ആ സ്കൂൾ ടൈമിലെ ക്രഷിനെ കുറിച്ചൊന്ന് പറ. അത് തിരഞ്ഞെടുക്കുന്ന വഴിയെ കുറിച്ച് കൂടി ഒന്ന് പറ. ക്രഷോ? ക്രഷ് ടോസിറ്റ് എടുത്ത് വളയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായില്ലേ? അതൊന്നും ഇവിടെ പറയണ്ട. അങ്ങനെയൊന്നുമല്ല. നമ്മള് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ടോസ് ഇടും കേട്ടോ. എന്റെ അമ്മ ഇതൊക്കെ കാണുന്ന ഓരോ ആൺപിള്ളേരുടെ പേര് വരും. അപ്പൊ ഞങ്ങൾ തീരുമാനിക്കുക, നീ ഇവിടെ വളച്ചോ, ഞാൻ ഇവനെ വളയ്ക്കാം. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ വളയ്ക്കും. അങ്ങനെ വളച്ചു കഴിഞ്ഞാൽ ഗെയിം ഓവർ കഴിഞ്ഞു. മറ്റേ കുഞ്ഞുഞ്ഞിന്റെ സ്വഭാവമാണല്ലേ? വളച്ചു കഴിഞ്ഞാൽ പിന്നെ ത്രില്ല് പോയി. ഈ കാണുന്ന പോലെയൊന്നല്ല, വേറെ ലെവലായിരുന്നു.
ചേച്ചി ഇവിടെ ഇരുന്ന് എന്തൊക്കെയാ പറഞ്ഞെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇനി കോഴിക്കോടേക്ക് പോണോ? ഇത് ഞാൻ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് പോയി കഴിഞ്ഞാലും മേടിച്ച് ഇവിടെ അച്ഛനെ കൊണ്ട് കാണിക്കും. അതൊക്കെ അല്ല, നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു നല്ല കുട്ടിയായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അല്ല, അങ്ങനല്ല, നമുക്കൊരു ഓർമ്മകൾ ഉണ്ടാവില്ല. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ നല്ല സന്തോഷിച്ചിട്ട് ഞാൻ ആ പഠിച്ച കാലങ്ങളൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ആലോചിക്കാൻ. അപ്പൊ ഇത് നിങ്ങളൊരു തീരുമാനമാക്കോ? തീരുമാനമായി, എനിക്കറിയാം. ആണോ? ഉറപ്പാണേ? ഉറപ്പാണ്. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം? ഉറപ്പിച്ചു. ഉറപ്പിക്കട്ടെ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. കേട്ടല്ലോ. സത്യം പറഞ്ഞാലേ നിങ്ങൾ ഓർമ്മയുണ്ടാവില്ല, പിൻഗാമി സിനിമയെ ഓർമ്മ വരുന്നു. പിൻഗാമി, ആ പിൻഗാമിയിൽ സുകുമാരൻ ചേട്ടൻ എടുക്കുക ലാലേട്ടൻ ചെയ്തിട്ടെ. നീ ഓർക്കുന്നില്ലേ നമ്മുടെ പൂച്ചക്കണ്ണനെ എന്ന് പറയുമ്പോ പൂച്ചക്കണ്ണനോ അല്ലേ, ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഇവരിപ്പൊ മൊത്തത്തിലൊരു കയ്യിൽ നിന്ന് പോയ അവസ്ഥ. ഞാൻ ഉള്ള സത്യം തുറന്നു പറയാം. നിത്യയുടെ ഒരു എന്തോ ടോട്ടലി എനിക്കൊരു താല്പര്യക്കുറവ് ചുറ്റിയോടെ ഉണ്ടായിരുന്നു ഈ പെരുമാറ്റം മൊത്തത്തിൽ. ഞാൻ തന്ന പണിയായത്. ഞാൻ ഇറക്കിയതാ ബോംബെന്ന്. എന്തായാലും ആ കുട്ടിയുടെ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്തു. എടാ, ഞാൻ നിത്യയുടെ ബിഗ് ഫാനാ. ശരിക്കും ഭവ്യ നല്ല കുട്ടി. എന്റെ പേര് ജുബീറ്റ എന്നാ. ഞാൻ എറണാകുളത്താ താമസിക്കുന്നത്. ഭവ്യൊന്നല്ല. പക്ഷെ ഞാൻ പറഞ്ഞ കഥയൊക്കെ മായ്ച്ചു കളഞ്ഞേക്ക്, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കുട്ടിക്ക് ആരോ എന്തോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇത് ഈ കൺഫ്യൂഷൻ നടക്കുന്നിടയ്ക്ക് ജോത്സ്യം ബ്രദർ അവിടെ ഇരുന്നിട്ടെ അപ്പൊ ചുബിതയ്ക്ക് ഒരു അടിപൊളി കയ്യടി. ഞാനൊരു സത്യം പറയട്ടെ, ഞങ്ങൾ തമ്മില് വൻ പരിചയമുണ്ട്. ഞാൻ പണ്ട് ചെയ്തൊരു റിയാലിറ്റി ഷോയുടെ വിന്നറായി നിൽക്കുന്നത്. ഭയങ്കര ഭംഗിയായിട്ട് കേട്ടോ. അങ്ങനെ ചമ്മിയ മുഖവുമായി നിത്യ കസേരയിലേക്ക് യാത്ര ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ജോണി ചേട്ടാ. എവിടെ വെച്ച് കണ്ടാലും ഞാൻ കാണും. എനിക്ക് ഇങ്ങനെ പണി തരാൻ വന്നത് നിത്യയുടെ ഫ്രണ്ടിന് ആ റോയൽ 5 ഗാങ് ആണ്. ആ ഒരു സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ട് നിത്യക്ക് വേണ്ടിട്ട്. ആ സമ്മാനം അതുപോലെ ഭവ്യ തന്നെയാണോ പേര്? ജുബീറ്റ. ഈ റോയൽ 5 പറഞ്ഞിട്ടാണ് ഇത്തരം രഹസ്യങ്ങളൊക്കെ ഇവിടെ ചുരുളഴിഞ്ഞത്. ഈ റോയൽ 5 ആരൊക്കെ അവരുടെ പേരെന്ന് പറയോ? ധന്യ, സുധ, ഷിനു, റെജി. ഇത് റോയൽ 5ന്റെ ഫുഡാണ്. നിത്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും ഇതിലുള്ളത്. തുറന്നു നോക്കാം. ചോക്ലേറ്റ്സ് ഒക്കെ ആയിരിക്കും അല്ലേ? നോക്കാം. എന്താ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇതിലൂടെ ഞങ്ങളുടെ കാണാനുള്ള അവകാശമല്ലേ? എന്താ ഇപ്പൊ ഇവിടെ കിടന്ന് നാരങ്ങമിട്ടാക്കി ഇടി വെച്ച ആളാ. അത് സ്റ്റാൻഡേർഡിന്റെ കാര്യം പറയുന്നത്. ഇതെന്തത്? നിങ്ങളുടെ നാട്ടിൽ കിട്ടുമോ? പുളിമിഠായി, പുളിയിഞ്ചി, പുളിയച്ചാർ, പിന്നെ വെള്ളയപ്പം. വെള്ളയപ്പം എന്നാ വിളിക്കാറ്. ഈ പ്രോഗ്രാമിൽ ഇപ്പൊ ഇതില് എനിക്ക് തോന്നുന്നു നിത്യയുടെ നിഷ്കളങ്കത ഒന്നോടെ വ്യക്തമായിരിക്കുകയാണ്. അന്ന് പറക്കന്തലയെ കണ്ട ബസന്തിയുടെ നിഷ്കളങ്കത ഇപ്പോഴും നിത്യ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിന് കിട്ടിയ ഒരു അസറ്റാണ് നിത്യ. മനുഷ്യൻ നമ്മൾ ജീവിക്കണം ജീവിതത്തിൽ. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ സ്കൂൾ കാലാണെങ്കിലും ഞാൻ ജീവിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളിലെ കുഞ്ഞു കാര്യമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. അപ്പൊ എന്നാലും ഞങ്ങളൊരു കുഞ്ഞു പ്രാങ്ക് തന്നതിൽ ഇത് ഞാൻ വിറച്ചു. പാവം പോട്ടെ, പോയിരുന്നോളൂ, റിലാക്സ്. അപ്പൊ ജുബിത, താങ്ക് യു സോ മച്ച്. ജുബിതയുടെ വേഷം ജുബിത ഭംഗിയായിട്ട് ചെയ്തു. അടിപൊളി, കീപ് ഇറ്റ് അപ്പ്. സ്കൂൾ ടൈം നോസ്റ്റാൾജിയാസ് ഒക്കെ നമ്മളിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ ഫ്ലോറിലേക്ക് ഈ കഥകൾ, സ്കൂളിലെ ഓർമ്മ കഥകളൊക്കെ അയവിറക്കാൻ വേണ്ടിയിട്ട് സാജു ചേട്ടൻ, രശ്മി ചേച്ചി വായോ. ഓ, എന്താ അച്ചടക്കമുള്ള കുട്ടികളായിട്ടാ വരുന്നത് നോക്ക്. പറ, എങ്ങനെയായിരുന്നു സ്കൂൾ ടൈം? അടിപൊളിയായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസങ്ങളും നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്കൂളിലാണ്. പക്ഷെ സ്കൂളിൽ ഉള്ളവർക്ക് എങ്ങനെയായിരുന്നു അറിയില്ല എന്നെ കൊണ്ട്. അത്രയും നല്ലൊരു പയ്യനായിരുന്നു ഞാൻ എൻ്റെ വീടിൻ്റെ സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു സാറേ. ഞാൻ എൻ്റെ സ്കൂളിൽ ഫസ്റ്റ് എന്ത് കാര്യത്തിൽ എത്തണതിൽ. കാരണം റോഡ് ക്രോസ് ചെയ്തതിൻ്റെ സ്കൂളാണ് എൻ്റെ വീട്ടിൽ നിന്ന്. അത്രക്ക് നല്ലൊരു കുട്ടിയായിരുന്നു ഞാൻ. പഠിക്കുന്ന കാര്യത്തിൽ ഒരു ആവറേജ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ ചേട്ടൻ അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്. എല്ലാ ടീച്ചേഴ്സിനും അറിയാം. എല്ലാ വർഷം കലാപ്രതിഭയാണ്. ഇവിടെ വന്ന ചേട്ടനല്ലേ, പുള്ളി അവിടുത്തെ മെയിൻ ആളാണ്. കല്യാണം കളിക്കുക. അതെ, ഞാൻ പഠിക്കാനൊക്കെ ഒരു ആവറേജ് ആയിരുന്നു. എന്നാലും
നല്ല കുട്ടിയായിരുന്നു. നല്ല ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, നമ്മൾ ഇപ്പൊ ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു നമ്മൾ എസ് ഒക്കെ എഴുതാൻ ഭയങ്കര ഇതാണ്. അപ്പൊ ഈ സമയത്ത് പരീക്ഷ സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ഞാനൊക്കെ 2 പേപ്പർ തികച്ചെഴുതില്ല ഒരു വിഷയം. അത് കുറെ അകത്തി എഴുതും, വലിയ അക്ഷരത്തിലൊക്കെ എഴുതിയിട്ടാണ് ഞാൻ പേപ്പർ തേക്കണത്. അപ്പൊ ഒരുത്തം മാത്രം എനിക്ക് ടീച്ചർ പേപ്പർ. അപ്പൊ ടീച്ചർ ഇപ്പം വന്ന് പേപ്പർ മേടിച്ചിട്ട് കടന്ന് എഴുതിയിട്ട് 2 സെക്കൻഡ് ടീച്ചർ പേപ്പർ. ഇത് പോവുക വരിക 10-15 പേപ്പർ മേടിച്ചിട്ട് ഇവനെ എഴുതി. ഞാനപ്പോ എന്റെ 3 പേപ്പർ ഇവന്റെ പേപ്പറായിട്ട് നോക്കിയിരിക്കേ. ഇത് കഴിഞ്ഞ് മാർക്ക് എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാവർക്കും പേപ്പർ കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും പേപ്പർ തന്ന്, എനിക്കും തന്ന്, എല്ലാവർക്കും തന്നു. അപ്പൊ ടീച്ചർ വെച്ച് ആർക്കെങ്കിലും പേപ്പർ കിട്ടാണ്ട. അപ്പൊ ഈ 15 പേപ്പർ മേടിച്ചോ ടീച്ചർ എനിക്ക് കിട്ടിയില്ലാന്ന്. ടീച്ചർ പറഞ്ഞു ആ ടീച്ചറിന്റെ കവളിയാൻ വിളിക്കും, എനിക്ക് എന്റെ ഭാര്യയും എന്റെ ഭർത്താവും കൊച്ചക്കളും അവരുടെ കാര്യം നോക്കണം. എന്താ എഴുതി വെച്ചാൽ 15 പേപ്പറിലും കൂടിയിട്ട് 1.5 മാർക്ക് അവന് കിട്ടിയത്. എന്റെ ക്ലാസ്സിൽ സംഭവിച്ചതാ. അപ്പൊ ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ, കുറെ ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ക്ലാസ് കട്ട് ചെയ്യണം. എന്നിട്ട് റോഡിനടിയിൽ ഒരു കാണയുണ്ട്, അതിന്റെ ഉള്ളിൽ ഞാനും വേർത്തിനും പോരുന്നിട്ട് വേറെ ചേട്ടൻ ഞങ്ങളുടെ ചിരിയും അടക്കം പറത്തിലും കേട്ടിട്ട് പുള്ളി പിടിച്ച് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് അച്ഛനെ വിളിപ്പിച്ച് അവിടെ ഇട്ട് തല്ലിയിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ സിനിമക്ക് പോയി. 7 പേരുണ്ടായിരുന്നു. അപ്പോൾ കടത്ത് കടന്നു വേണം മുളന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അവിടെ പോയിട്ട് സിനിമ കണ്ടിട്ട് തിരിച്ചു വരണം. അങ്ങനെ ഉച്ചക്ക് പോയി സിനിമയും കണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇക്കരേന്ന് കടത്തുവഞ്ചി വരിക. അതിനകത്ത് ഞങ്ങളുടെ സ്കൂളിലെ പിയൂൺ ബാഗായിട്ട് നിൽക്കുകയെ. ഈ പുള്ളിനെ കണ്ടിട്ട് ഞങ്ങൾ വരമ്പത്തോടി എത്തി. എങ്ങോട്ട് ഓടണമെന്നറിയില്ല. ഞാനപ്പോൾ തലയും മുമ്പെടുത്ത് ഞാനിങ്ങനെ ചട്ടി വന്ന് വഞ്ചി കയറി. ഞാൻ നോക്കുമ്പോൾ 7 എണ്ണം അതുപോലെ തന്നെ വരുന്നു എൻ്റെ പുറത്ത്. പിറ്റേ ദിവസം അസംബ്ലിക്ക് അതുപോലെ തന്നെ ഞങ്ങളെ നേരത്തെ അതുപോലെ വരാൻ പറഞ്ഞു. ഞാൻ ഫ്രണ്ടേക്ക് അന്ന് അവിടെ 7 എണ്ണത്തിന് നേരത്തെ പിടിച്ചു തല്ലി. അത് കണ്ടിന്യൂസ് എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ കുറേ തല്ലു കൊണ്ടിട്ടുണ്ട് ഞാൻ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് മാത്രമേ ക്ലാസ്സിൽ കറക്റ്റായിട്ട് ചെല്ലുള്ളൂ. എനിക്ക് അത് അന്നേരം റിഹേഴ്സൽ പരിപാടി എന്ന് പറഞ്ഞാൽ നടക്കാൻ ഭയങ്കര കാര്യമാണ്. ക്ലാസ്സിൽ തല്ലുകൊള്ളി ആയിരുന്നെങ്കിലും ഇതുപോലെ കലോത്സവത്തിന് പങ്കെടുത്ത പേര് പത്രത്തിൽ പടം വരിക പേര് ഗംഭീരമായിരുന്നു. പത്രത്തിൽ പടം വന്നിട്ട് സമ്മാനം കിട്ടി, പത്രത്തിൽ പടം വന്നിട്ട് സാറ് ആരെങ്കിലും തല്ലു കൊണ്ടിട്ടുണ്ട് സ്വന്തം സ്കൂളിൽ നിന്ന്. ഞാൻ കൊണ്ടിട്ടുണ്ട്. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ പടം വന്നെ എന്നെ തല്ലി. സമ്മാനം കിട്ടിയ വേറെ സ്കൂളിലാണ്. ഞാൻ അവരുടെ കൂടെ കയറി നിന്ന് ഞങ്ങളുടെ പരിപാടിയെല്ലാം തോറ്റും പോയി. വിശ്വാസം എന്നെ ഒരുപാട് തല്ലി. നമ്മുടെ ഈ പഠിക്കുന്ന സമയത്ത് ഈ പഠിപ്പിച്ച് കുറച്ച് പിള്ളേരുണ്ട്. ഞാനിപ്പോ 4ാമത്തെ ബെഞ്ചിലായിരിക്കുന്നത്. ഈ ഫ്രണ്ടിൽ ഇരുന്നിട്ട് സാർ അടുത്ത് വന്ന് ചോദ്യം ചോദിക്കുമല്ലോ. അതെ അതെ. അപ്പൊ നമ്മൾ വിമാനം നോക്കുമ്പോൾ വിമാരുടെ ഒരു നോട്ടമുണ്ട്. പറയട്ടെ കാണട്ടെ എന്നുള്ള ഇതില് ഒരു പ്രാവശ്യം എന്നെ മോണിറ്ററാക്കി. അപ്പൊ ഈ വർത്താനം പറയുന്നവരുടെ പേര് എഴുതി വെക്കാൻ പറയുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അത്യാവശ്യം തടിയുള്ളതെന്ന് ഇടിക്കാൻ സാധ്യതയുള്ളവന്മാരുടെ പേര് പേടിച്ചിട്ട് എഴുതിയില്ല. കാരണം വേറെ ലിമാർ ഇടിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പൊ സുനിൽ എന്ന് പറഞ്ഞ ഒരുത്തന്റെ പേര് ഞാൻ എഴുതിയില്ല. സാറ് വന്നു, ആ വർത്താനം പറഞ്ഞിട്ട് പേര് കൊണ്ടുപോവാ. അപ്പൊ ഞാൻ കൊണ്ട് കൊടുക്കുന്നു. സാർ നോക്കിയ ഉടനെ ഈ സുനിൽ എന്ന് പറഞ്ഞാൽ എഴുതിട്ട്, സാർ ഞാൻ വർത്താനം പറഞ്ഞു എന്നിട്ടും ഇവൻ എന്റെ പേര് എഴുതിയില്ല. പി മൈക്കിൾ സാർ നല്ല സാറായിരുന്നു. സാറ് പറഞ്ഞു, ഓ അവന് മിസ്സായതായിരിക്കും, നീ ആദ്യം ഇങ്ങ് വരാൻ പറഞ്ഞു. പോട്ടാന്ന് എനിക്ക് സാറിന്റെ ആ തീരുമാനം മിടുക്കന്മാരാവും. പക്ഷെ അവരും മിടുക്കന്മാരാണ് സാറേ. എന്റെ കൂടെ പഠിക്കൂലാത്തൊരുത്തനുണ്ടായിരുന്നു. ഇവന്റെ ഒരു ഗെയിം ഒരു ദിവസം ഉണ്ടായിരുന്നു. ഫെറൽ സിദ്ധാന്തം എന്താന്ന് ടീച്ചർ ചോദിച്ചു. അപ്പൊ ആർക്കും അറിയില്ല, ഫ്രണ്ട് ബെഞ്ചിലും അറിയില്ല, എല്ലാവരും തല്ലുകൊള്ളുക. അറിയാത്തവര് എഴുന്നേക്കാൻ പറഞ്ഞു. ഞാനും ഒക്കെ എഴുതി. അപ്പൊ ഇവൻ മാത്രം അവിടെ ഇരിക്കുക ഇങ്ങനെ. അപ്പൊ ഞാൻ ഇവനെന്താ ഒന്നും പറയാത്തവനാ. അവസാനം ടീച്ചർ പറഞ്ഞ് എല്ലാവരും തല്ലിയിട്ട് ഇവനോട് ചോദിച്ചില്ല, അറിയാലോ ഇവന്. ഞാൻ ചോദിച്ചു നിനക്കിതറിയാം. പിന്നെ വിറകോത്താൻ ആർക്കും അറിയില്ലാത്തതെന്ന്. ഇവൻ തന്നെ ഓട്ട മത്സരത്തിനുണ്ട്, നന്നായിട്ട് ഓടും. കാരണം ഒരു ഇച്ചിരി പ്രശ്നം ഉണ്ടെന്നുള്ളൂ, പഠിക്കൂല, അങ്ങനെ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമൊന്നുമില്ല ഇവനാ. അപ്പൊ അവന് ഓട്ട മത്സരത്തിന് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് സബ് ജില്ലയിൽ ജില്ലയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ട് ഇവിടെയൊക്കെ ഓണിയർ മാർച്ച് സെറ്റ് എന്നല്ലേ പറയുള്ളൂ. അവിടെ വെടിവെക്കല. ഇവനിങ്ങനെ നിൽക്കുക. അപ്പൊ ഓണിയർ മാർച്ച് പറഞ്ഞിട്ട് ടക്കെന്ന് വെടി പൊട്ടിയപ്പോ എല്ലാവരും ഓടി. ഇവൻ പൊട്ടിയത് എന്താന്ന് നോക്കിയിരിക്കുക ഇങ്ങനെ. അവന് പേരിട്ടേക്കണ ലെംബോന്നാ. പണ്ട് ലെംബോ സീരിയൽ ഉണ്ടായിരുന്നു, പ്രേംകുമാർ ചേട്ടൻ്റെ. ബൈനോക്കുലറിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ദൂരമായിട്ട് തോന്നുമല്ലോ. ഇവൻ ബൈനോക്കുലർ തിരിച്ചു വെച്ച് മുഖത്ത് വെച്ച് കെട്ടി. ഇത് തിരിച്ചു വെച്ച് കിട്ടിയപ്പോ ദൂരമായിട്ട് തോന്നി. അത് വെച്ച് കെട്ടിയിട്ട് ഇവൻ ഓടി. കലച്ചത്തിൽ ചെന്ന് ഇടിച്ചിട്ട് പിറ്റേ ദിവസം സ്പൈഡർമാനെ പോലെ ഇരിക്കും. ഇവിടെ 2 വരയും ഇതൊക്കെ. അങ്ങനെ ഭയങ്കര രസകരമാണ് ഞങ്ങളുടെ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ. ഭയങ്കര രസം. ഈ നാടകം, മിമിക്രി, മോണാക്ട് എന്നെല്ലാം കഴിഞ്ഞിട്ട് പഠിത്തത്തിന്റെ കാര്യത്തിൽ വളരെ എന്റെ അടുത്തിരിക്കുന്ന ഒരുത്തനുണ്ട്, നന്നായിട്ട് പഠിക്കണ സുബീഷ് എന്ന പേര്. ഡിസ്റ്റിങ്ഷനൊക്കെ കിട്ടി പാസ്സായതാ. അവൻ പരീക്ഷ എഴുതുന്നത് ഞാനിങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരോട് ആ പേപ്പർ ഞാൻ എഴുതിയിട്ട് തരാന്ന് പറഞ്ഞു.
ഞാൻ എഴുതിയിട്ട് തരാന്ന് പറഞ്ഞു. ഈ പാവത്തിനെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇവന്റെ പേപ്പർ മേടിച്ചാൽ നീറ്റായിട്ട് എഴുതിയിട്ട് ഈ പേപ്പർ തിരിച്ചു കൊടുക്കാൻ പോയപ്പോൾ ടീച്ചർ ഉണ്ട്. ടീച്ചർ പറഞ്ഞു സാജു പഠിച്ചെങ്കിൽ അവിടെ വെച്ചാൽ കുട്ടി കൊടുക്കണമെന്ന്. ആ പാവം അതിന് മാത്രം തോറ്റുപോയി. ഞാൻ അതിന് മാത്രം നല്ല മാർക്ക് ജയിക്കുകയും ചെയ്തു. ഇത് കണ്ടുമ്പോൾ അറിയാൻ പറ്റും. എന്താണ് താങ്കളുടെ സ്കൂൾ ജീവിതം? അതെ, താങ്കളുടെ സ്കൂൾ ജീവിതം എങ്ങനെയാണ്? ചേട്ടയുടെ അത്രയും കഥകളൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ സാധാരണ ഒരു കുട്ടിയായിരുന്നു, അല്ലാണ്ട് ഇങ്ങനെയുള്ള കഥകളൊന്നും എനിക്ക് ഉണ്ടായില്ല. ചേട്ടയുടെ കഥ പറയാൻ എനിക്ക് തീരില്ല. അന്ന് വന്ന ചേട്ടനല്ലേ സുരേഷ് ചേട്ടൻ, ചേട്ടൻ്റെ 8ലും അങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിന് നല്ല കട്ടിയുള്ള ബുക്കാണ്. ആ ബുക്ക് കടയിൽ കൊണ്ട് തൂക്കി കൊടുത്തു. അപ്പൊ അത് തൂക്കുമ്പോൾ നല്ല കനമുണ്ടല്ലോ അതിന്. എന്നിട്ട് അത് കൊടുത്തിട്ട് അതിന് ശർക്കര മേടിച്ചെന്ന്. അതെ, ചേട്ടന്റെ സോഷ്യൽ സ്റ്റഡീസിന് ബുക്ക് അന്ന് വന്ന ചേട്ടനല്ലേ കല്യാണം തകർത്ത. അപ്പൊ ഇത് ഞാനും അനിയന്മാർ രണ്ടുപേരും കൂടി അവിടെ നമ്മൾ പേപ്പറൊക്കെ കൊണ്ടു കൊടുത്ത് ആ ചേച്ചി ശർക്കര തരും കടയിൽ, പൊതിഞ്ഞു കൊടുക്കാൻ ഒരു പേപ്പറാണ്. അപ്പൊ ഇത് രണ്ടെണ്ണം ഇവന്റെ ബുക്ക് എടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ശർക്കരയും മേടിച്ച് തിന്ന് സന്ധ്യയായപ്പോ ഇവൻ പഠിക്കാൻ നേരത്ത് ബുക്ക് അപ്പോഴാക്കി. അപ്പൊ ചേച്ചി അവിടെ നിന്ന് ചേട്ടൻ വന്നേക്കണം കക്ഷത്തി ബുക്കുമായിട്ട്. എനിക്കറിയാം ഇത് അവന്റെ പഠിക്കുന്ന ബുക്കാന്ന് അറിയാമെന്ന്. അന്ന് തുടങ്ങിയതാ ഞാൻ അവനോടുള്ള വേട്ടയാടല്. അല്ല, ഇനിയിപ്പോ ഞാൻ പറഞ്ഞേക്കാൾ കൂടുതൽ ഞാൻ എന്തായിരുന്നു സ്കൂളിൽ എന്തായിരുന്നു പറഞ്ഞാൽ എന്റെ സാറുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു. എന്നെ കുറേ തരത്ത് വേട്ടയാടുന്ന സാറായിരുന്നു. ക്ലാസ് ടീച്ചർ ആയിക്കൊണ്ടേ വന്ന് ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. പിന്നെ സാറ് ഇപ്പൊ ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണെങ്കിലും ഈ പഠിത്തത്തിൽ മാത്രം ഞാൻ പ്രശ്നമുള്ളൂ. ഇങ്ങനെയുള്ള കലാപരിപാടികളായിട്ട് കൊണ്ടു നടക്കണമായിരുന്നു. അതിന് എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിരുന്നു സാറ്. അപ്പൊ സാറ് വന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ പഠിപ്പിച്ച സാറിനെ വിളിച്ചോണ്ട് വരാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ധൈര്യമാണ്. അപ്പൊ നമുക്ക് സാറിനെ വിളിക്കാം അല്ലേ? വിളിക്കാം. സാറിന്റെ പേരെന്താ? ബാബു സാർ. ബാബു സാറിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. പ്രതീക്ഷിച്ചതേ ഒരു തിലകൻ ചേട്ടൻ ഇറങ്ങി വരുമെന്നാ പ്രതീക്ഷിച്ചത്. അല്ല സാർ അന്ന് എനിക്ക് ക്ലാസ് ടീച്ചറായിരിക്കും മമ്മൂട്ടിനെ പോലെ ഇരുന്നു. അതേപോലെ അത്ര ചെറുതായിരുന്നു, അതേപോലെ ആ സെറ്റപ്പായിരുന്നു. അപ്പൊ സാർ പറയൂ ബാബു സാറിന്റെ വിശേഷങ്ങൾ. ഞങ്ങൾ വിചാരിച്ചു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സാറായിരിക്കും ഇപ്പൊ വരെ. ഇതിപ്പോ നിങ്ങൾ ക്ലാസ്മേറ്റ്സ് എന്നേ പറയുള്ളൂ. ഇപ്പൊ കണ്ട എന്നേലും ഉള്ളതാന്ന് പറയൂ. അപ്പൊ സാർ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്റ്റുഡന്റ്? വളരെ ആശ്ചര്യകരമായ നിരവധി ഓർമ്മകളുടെ ഒരു കൂമ്പാരമാണ്. 32 വർഷമായി കഴിഞ്ഞു അധ്യാപകനായിട്ട്. അനേകായിരം കുട്ടികളിലൂടെ കടന്നു പോയിട്ടുണ്ട്, കുട്ടികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഓർത്തിരിക്കുന്ന ഒരു 32 പേരിൽ ഒരാളാണ്. പഠിപ്പിച്ചു വിട്ടിട്ടുള്ള ഒരുപാട് പേര് ഡോക്ടറായിട്ടുണ്ട്, എഞ്ചിനീയറായിട്ടുണ്ട്, സമൂഹത്തിലെ വിവിധ തുറകളിൽ എത്തിയിട്ടുണ്ട്. പഠിപ്പിച്ചു വിട്ടതിന് ശേഷവും പഠിപ്പിച്ചവരെ തിരക്കുന്നവരുടെ ലിസ്റ്റിൽപ്പെട്ടാൽ ചിലപ്പോൾ 8ഓ 10ഓ പേരിൽ ഒരാളായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഷാജി ഇവിടെ പറയാത്ത ഒരുപാട് രഹസ്യങ്ങൾ എനിക്കറിയാം. എനിക്ക് ഓർക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറയട്ടെ? ഏറ്റവും ഭയങ്കരമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ പഠിത്തത്തെക്കാൾ ഉപരി ഇദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കലാപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. കലയെ ഒരു കലാപമാക്കി മാറ്റാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച കേരളത്തിലെ ആദ്യത്തെ കുട്ടിയായിരിക്കുകയാണ്. അങ്ങനെ കലാപം സൃഷ്ടിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്കൂളിനകത്തൊരു സിനിമാ സംവിധായകനൊക്കെ വന്ന് നാടകമൊക്കെ രണ്ടാമത് വേദിയിൽ കളിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ഇയാള്. അപ്പൊ സ്കൂളില് ഈ നാടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻസി അവതരിപ്പിക്കുന്ന മരത്തവള, തന്നെ അവതരിപ്പിക്കുന്ന ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പരസ്യ ബോർഡുകളൊക്കെ സ്കൂൾ കോമ്പൗണ്ടിൽ എല്ലായിടത്തും. എന്നിട്ട് ഈ നാടകം നടക്കുന്ന ദിവസം സ്കൂളിലൊരു സംഘർഷമാണ്. ഈ സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പഠിപ്പിക്കുന്ന അധ്യാപകരാണ് നാടകത്തിന് മിക്കവാറും മാർക്കിടാനൊക്കെ ഇരിക്കുക. അങ്ങനെ നിർഭാഗ്യവശാൽ ഒരിക്കലും ഈ ഷാജി അവതരിപ്പിച്ച നാടകത്തിന് ജഡ്ജായിരിക്കേണ്ട വന്നു. ആ നാടകത്തിന്റെ പേര് ഷാജിക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മരത്തവള. പറയണം സാർ, തേങ്ങ പൊട്ടിക്കണം പറഞ്ഞോലെ. ഇവരുടെ നാടകത്തിന് 2ാം സ്ഥാനമായിരുന്നു. നാടകം കഴിഞ്ഞ് വന്ന് വൈകുന്നേരം റിസൾട്ട് അനൗൺസ് ചെയ്തു. അന്നുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ അത്യാവശ്യമൊക്കെ ഉണ്ടാക്കി. ആ നാടകത്തിന് ഫസ്റ്റ് കിട്ടാത്തതിനെ സംബന്ധിച്ച് അധ്യാപകർക്കെതിരെ പറയാവുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞാനിവിടെ പറയുന്നില്ല, ഒക്കെ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ക്ലാസ്സിൽ കയറി, രാവിലെ നേരത്തെ വരും. ഞാനിങ്ങനെ കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നാടകത്തിൽ അഭിനയിച്ച ഈ ഷാജിയുടെ ഞാൻ പേര് പറയാത്ത മറ്റേ സുഹൃത്തും ചേർന്നുകൊണ്ട് എൻ്റെ ക്ലാസ് മുറി ഹരാവ് ചെയ്തു. എന്നെ പുറത്തോട്ട് ഇറങ്ങാൻ സമ്മതിക്കാതെ അന്ന് ഷാജി വെച്ച് കൈ ഇങ്ങനെയാണ് വെച്ചത്. ആ കൈ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നത് കേട്ടോ, മനസ്സിലായോ? ഇങ്ങനെ വെച്ചു. എന്തെങ്കിലും മഹത്വമുള്ള ഗുരുവായിരുന്നു എൻ്റെ അന്ന് ശാപത്തോടുകൂടി ഇയാൾ നശിച്ചുവാന്. പക്ഷെ എനിക്ക് അങ്ങനെ മഹത്വം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇയാൾ രക്ഷപ്പെട്ടു.
ഞാൻ വരണ്ടു പോയി. കാരണം ഇപ്പൊ തന്നെ അറിയാലോ ഷാജി ഞാനും തമ്മിലുള്ള ശാരീരിക വ്യത്യാസം. അന്ന് ഞാൻ വളരെ മെലിച്ചിരിക്കുന്നത്. ഇവരെന്നെ അന്നും ഈ പറഞ്ഞ ഈ പട്ടിണിയാണ് വീട്ടിൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ ചുമ്മാ പറയണം. അന്നും അത്യാവശ്യം ശരീരമൊക്കെ ഉണ്ടായിരുന്നു. ഈ പട്ടിണിയാണ് എങ്ങനെ ഇത്ര ശരീരം ഉണ്ടാവണേ? ഏതായാലും എന്നെ തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് ചോദിക്കുക ഞങ്ങളുടെ നാടകത്തിന്റെ കുറ്റങ്ങളും കുറവുകളും 1 by 1 ആയിട്ട് പറയാൻ. ഞാൻ അവിടെ വന്ന് കിലുകില വിറച്ചു. കാരണം ഇവരെന്റെ രണ്ടുപേരും എന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. നാടകത്തിനത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് മറ്റുള്ളവരൊക്കെ ഇടപെട്ട് ഇവർ എന്നെ ഈ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാഹചര്യം മറ്റുള്ളവരൊന്നും ഉണ്ടാക്കി. പക്ഷെ അന്നത്തെ ഹെഡ് മാസ്റ്റർ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഇവർക്ക് 8ന്റെ പണി കൊടുത്തു. അദ്ദേഹം ചെയ്തത് ആ നാടകത്തിന്റെ തർക്കം മാറ്റാനായിട്ട് ഒരു സിനിമാ സംവിധായകനെ കൊണ്ടുവന്ന് ഇവരുടെ നാടകങ്ങൾ 2ാമത് കളിപ്പിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന 2ാം സ്ഥാനം 3ാം സ്ഥാനമായി കൊടുത്തു. കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് കണ്ടത് ചാനലിൽ കിട്ടുമെന്നുള്ളത്. പിന്നെ ഈ ഷാജിയുമായി ബന്ധപ്പെട്ട് പറയട്ടെ, ഈ സമരം തന്നെയാണ് വിഷയം. അപ്പൊ അവിടുത്തെ ഞങ്ങളൊക്കെ ചെറിയ അധ്യാപകരാ. വർഷങ്ങൾക്ക് മുമ്പല്ലേ, ഞാനൊക്കെ പ്രായം വളരെ കുറവ്. ഇപ്പൊ തന്നെ പ്രായം കുറവാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഈ സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ നടക്കുന്നു. അവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ള അധ്യാപകൻ, അദ്ദേഹം മുണ്ടും ഷർട്ടുമാണ് വേഷം. അന്നത്തെ മുണ്ട് ഈ ഇപ്പോൾ അതുപോലത്തെ അധികം മുണ്ടൊന്നുമില്ല, ഈ ഓയിൻ മുണ്ട് എന്ന് പറയുന്നൊരു മുണ്ടുണ്ട്. എന്തായാലും ഷാജിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇൻകുലാബ് സിന്ദാബാദ്, ഈ കേരളം നന്നാവുക എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ഈ നാട് നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് കണ്ടാ പറയോ? ഭയങ്കര സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ഉച്ചവരെയുള്ള സമരം പുറകെ നടന്ന് ഞങ്ങൾ മടുത്തു. ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ വന്ന് എനിക്ക് വേണം ഇടയ്ക്ക് ചായ കുടിക്കാൻ പുറത്തുപോയ സമയത്തായിരിക്കും അധ്യാപകന്റെ മുണ്ടഴിച്ചു, അധ്യാപകനെ തല്ലി. ഞാനല്ലട്ടോ അത്. അങ്ങനെ നാട്ടുകാർ കയറി വന്നു, അധ്യാപകനെ തല്ലി എന്നുള്ള പ്രശ്നം കൈകാര്യം ചെയ്യുന്നു. സംഘർഷമൊക്കെ ഉണ്ടായി. യഥാർത്ഥത്തിൽ അധ്യാപകനെ തല്ലിയൊന്നുമില്ല. ഈ അധ്യാപകൻ ഈ പിള്ളേരെ പിന്നെ പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചപ്പോൾ ഈ ഓയിൽ മുണ്ട് അഴിഞ്ഞ് താഴെ വീണത്. അങ്ങനെ ഒരു മുണ്ടഴിച്ച കേസും അന്വേഷണത്തിലാണ്. അല്ല, അതെ, മുണ്ടഴിച്ചാൽ അന്ന് ഞങ്ങളുടെ ഫ്ലാഗ് പോസ്റ്റ് ഇരിക്കുന്നിടത്ത് കടലാസ് പൂവില്ലേ, മുള്ളുള്ള സാർ അതിന്റെ ഇടയിൽ കൂടി ആയിട്ട് നടന്നു വന്നപ്പോ മുണ്ടെല്ലാം കൂടി ചുറ്റി തമ്മിൽ പിടിച്ചതാന്നാ പറഞ്ഞത്. അന്നൊക്കെ ഈ ബർമുഡ പോലത്തെ അണ്ടർവെയറാ സാറുമാര്, അതുകൊണ്ട് പറഞ്ഞായിരുന്നു ഒരു കുഴപ്പമൊന്നും. അല്ല അത് ശരി. ഈ വെളുത്ത മുട്ടോളമുള്ള സാധനം ഇല്ലേ, ആ സാധനമായിരുന്നു ആ സാർ ഇട്ടിരുന്നത്. കാരണം ഞങ്ങളത് കണ്ടായിരുന്നു. ഈ ഓയിൽ മുണ്ടിനകത്ത് കാണാം. അല്ല അത് ഞങ്ങൾ ഓയിൽ മുണ്ടിലൂടെ ഒന്നല്ല കണ്ടത്, ഒരു അഴിച്ചുകൊണ്ട് കണ്ടതാ. സാറ് പറയണ്ട. സാജു ചേട്ടൻ ഹ്യൂമർ സെൻസ് കിട്ടിയത് എവിടെ നിന്ന് നമ്മളിപ്പോ പഠിച്ചു. അല്ല, അന്നേരം ആ സമയത്തൊക്കെ നമ്മൾ സ്കൂൾ രാഷ്ട്രീയം നിർത്തുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പൊ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സമരവും കാര്യങ്ങളും. കാരണം ഞാൻ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ഒരാളെ കണ്ടിട്ട് ഫുൾ മീശയും ഇത്രയും കഷണ്ടി ആയിട്ടൊരുത്തൻ. പുള്ളി തോറ്റു അന്യം നിന്ന് പോകാതെ ഇങ്ങനെ ഇരിക്കുക ബെഞ്ചിൽ. അപ്പൊ ആ ഒരു ടൈമിലാണ് ഞാനൊക്കെ പാസ്സായി ചെല്ലണത്. അപ്പൊ അന്ന് സമരം ഉണ്ട്. സ്കൂൾ ലീഡറുടെ ക്ലാസ് റൂമിൽ ചെല്ലുന്നു, നടക്കുമെന്നു തുടങ്ങുമെന്നു ഇങ്ങനെ ചോദിക്കണമല്ലോ, എപ്പോഴും പോണം. അതാണ് പറഞ്ഞ പോലെയൊന്നും അല്ല കേട്ടോ. ഈ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലൊക്കെയാണ് നമ്മൾ ഈ റാഗിങ് എന്ന് കേട്ടിട്ടുള്ളത്. അധ്യാപകരെ പിള്ളേർ റാഗിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ മഹാൻ ആ ടൈപ്പ് പെട്ടതാ, മനസ്സിലായോ? അത് മാത്രമല്ല, നയൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം പറയണോ? കേൾക്കണം. സാറ് പഠിപ്പിച്ച കുട്ടി പാഷാണം ഷാജി ആയില്ലെങ്കിലേ അത്ഭുതവും. പാഷാണം ഷാജി. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. എന്തേ പിന്നെ പറഞ്ഞു? ഇതൊരു സിനിമ കേട്ടോ കേട്ടോ. എന്റെ മനസ്സിൽ നിന്ന് പോവാതെ 32 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയണേ. എന്റെ മനസ്സിൽ നിന്ന് പോവാത്ത കാര്യം. ഈ ക്ലാസ് മുറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ അരപ്പൊക്കം മതിൽ പോലെയുള്ള ഇതാണ്, ഫുൾ ഭിത്തിയല്ല. അപ്പൊ നമ്മളിങ്ങനെ പുസ്തകമൊക്കെ പിടിച്ചിട്ട് ഇവന്മാരെ പോലുള്ള വില്ലന്മാരെയൊക്കെ പേടിച്ചാണ് ഇങ്ങനെ വനാന്തരം പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ക്ലാസ്സിൽ അരപ്രൈസിന്റെ അവിടെ താഴ്ന്നിങ്ങനെ ഇരിക്കും തറയില്. എന്നിട്ട് നമ്മള് വരാന്ത വഴി ഇങ്ങനെ വരുമ്പോ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്റെ പേര് ബാബു എന്നായതുകൊണ്ടാണോ അത് അറിയില്ല. ആരാണെങ്കിലും പേടിച്ചു. അതൊക്കെ സംവിധാനം ചെയ്തത് ഷാജിയാണെന്നുള്ളതുകൊണ്ടാണ് ഷാജിനെ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. അല്ല അങ്ങനെ അല്ലേ പറഞ്ഞു? അല്ല, ഇപ്പൊ സാജുവിന്റെ മനസ്സിൽ സാർ വന്നതിന് വളരെ സന്തോഷം. അപ്പൊ ഇനിയും വരണം എന്നൊക്കെ ഇപ്പൊ കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കും. പക്ഷെ കണ്ടിന്യൂ ചെയ്യാം. കൂടുതൽ ഞാൻ പറയുന്നില്ല, ഇതിലും കൂടുതലൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും
ഈ മാതിരി ടൈപ്പ് സാധനങ്ങളെയാണ് ഇപ്പോൾ ഒരു സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള പേര് പറയേണ്ട എല്ലാ ആൾക്കാരുണ്ട്. ഇവരാണ് ഞങ്ങൾ അധ്യാപകരുടെ ഓർമ്മകളിലുള്ളത്. ഈ ഞങ്ങളെ അധ്യാപകരെ പട്ടികുരച്ചും കൈ വെച്ച് ഹരാവോ ചെയ്തുമൊക്കെ തടഞ്ഞു നിർത്തിങ്ങനെ ഞങ്ങളെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ ഈ പഠിപ്പിസ്റ്റുകളല്ല ചാടി വീഴുന്നത്. അതൊരു അനുഭവം കൂടി ഷാജിയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ചാടി വീഴുന്നത് ഇവർക്ക് കളി തട്ടാനുള്ള വേറാണ് ഞങ്ങൾ. നാട്ടുകാർ വന്ന് തട്ടണ്ട. നാട്ടുകാർ എന്നുവെച്ചാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കമൻ്റൊക്കെ പറയാം, ചെയ്യാം. അങ്ങനെ ഒരു പ്രമുഖ രാഷ്ട്രീയ സംഘടന അവിടെ സമരം പരാജയപ്പെടുത്തുന്ന അധ്യാപകരിൽ ഒരാള്, പല അധ്യാപകരിൽ ഒരാൾ ഞാനാണെന്ന് പറഞ്ഞ് ആക്രമിക്കാൻ വന്ന ഘട്ടത്തിൽ ചാടി വീണ ആളാണ് ഇവര്. അത് നടക്കില്ല. അങ്ങനെയുള്ള നിരവധി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ഓർമ്മയിലുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇവരെ പോലെയുള്ള ആളുകളാണ് ഈ കലാലയത്തിൻ്റെ. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ ഫ്ലോറിലേക്ക് വരുന്നത് തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു ഷോ രാവിലെ തുടങ്ങിയിട്ട് വൈകിട്ട് 4:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ എന്നെപ്പോലുള്ള ഒരു അധ്യാപന ജീവിതത്തിൽ ഓർത്തു വയ്ക്കാനായിട്ടൊരു വിദ്യാലയത്തെ ലൈവാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ, ഒരു വിദ്യാലയത്തെ മെമ്മറബിളാക്കി കാലങ്ങൾക്ക് ഓർമ്മയുടെ ചെപ്പിലേക്ക് ഒരു വിദ്യാലയത്തെ സമ്മാനിച്ച ആരാണെന്ന് നോക്കിയാൽ ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയും ഷാജിയെ പോലെ ഉള്ള ആളുകളാന്ന് പറയും, ഷാജിയാണെന്ന് പറയും. കാരണം അതാണ് ഷാജി വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നത്. കാരണം മനുഷ്യർ ബുദ്ധി കൊണ്ട് മാത്രമല്ലോ ജീവിക്കുന്നത്, മനുഷ്യർ ഹൃദയം കൊണ്ടും കൂടി സ്നേഹവും ഒക്കെ പങ്കുവെച്ചാണ് ജീവിക്കുന്നത്. അല്ല, ഷാജിന് ബുദ്ധിയൊക്കെ ഉണ്ട് സാർ. സാറേ, സാറിന് സബ്ജക്ട് എന്നായിരുന്നു പഠിപ്പിക്കുന്നത്? പ്രധാനമായിട്ട് ഷാജിയെ പഠിപ്പിച്ച ചരിത്ര. പക്ഷെ ഞാൻ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. സാറിന്റെ ക്ലാസ് നല്ലതായിരിക്കും. അതെ, ഇൻട്രസ്റ്റിംഗ് സാറ് തമാശയിലൂടെ ക്ലാസ്, ഇത്രയും തമാശ പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന സാറിനെ കൊണ്ട് ഇത്രയും തല്ലിയാങ്ങുള്ളെങ്കിൽ ഞാൻ എന്ത് കുരുത്തക്കേടായിരിക്കും കാണിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, തല്ലി കൊള്ളുമ്പോഴും ഷാജി സൂക്ഷിച്ചിരുന്ന ഒരു മര്യാദയുണ്ട്. ഷാജി ഇങ്ങനെ തല്ലിക്കോളും, ഐ ആം റെഡി, ഹിറ്റ് മീ എന്നുള്ള ആ ഒരു ശരീരഭാഷയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരു വാചകം കൂടി പറയാതെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നത് ശരിയല്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന വിദ്യാലയം എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന, ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLCക്കും +2നും A+ മേടിക്കുന്ന, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൊതുവിദ്യാലയത്തിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയിട്ടുള്ള വിദ്യാലയം. ആ വിദ്യാലയം 1951 സ്ഥാപിച്ചതാണ്. സ്ഥാപിച്ചതിന് ശേഷം ആ വിദ്യാലയം സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ള അതുല്യരായ വിദ്യാർത്ഥി പ്രതിഭകളിൽ ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട ഷാജി. എന്ത് വേണം. അപ്പൊ സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് ഒരു ബ്രേക്ക് തരാം. കാരണം നിങ്ങളുടെ ടാസ്കിൽ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീമിനെ കൂടെ വിളിക്കാനുണ്ട്. അപ്പൊ ഞാൻ അവരെയും കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദേവൻ ചേട്ടൻ, ചേച്ചി, വെൽക്കം ടു സെൻട്രൽ ജയിൽ. കൂടെ പഠിച്ച. അപ്പൊ സ്കൂളിൽ പോകാത്ത ദേവൻ ചേട്ടനും നമ്മുടെ പാവപ്പെട്ട യമുന ചേച്ചിയും വന്നിട്ടുണ്ട്. ദേവൻ ചേട്ടന്റെ കഥകൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി വന്നപ്പോ അക്കച്ചി കുറച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ് ഇമേജ്. ഇനിയിപ്പോ വല്ലതൊക്കെ ബിൽഡപ്പ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഞങ്ങൾ ചുമ്മാ കേൾക്കാം. എങ്ങനെയായിരുന്നു ദേവേട്ടന്റെ സ്കൂൾ ലൈഫ്? സത്യം പറഞ്ഞ ചേച്ചി പറഞ്ഞ സത്യം, ഞാൻ 1ാം ക്ലാസ്സിലും പോയില്ല, 2ാം ക്ലാസ്സിലും പോയില്ല, 3ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു. കാരണം എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. അപ്പോ നമ്മൾ ഈ ട്രഡീഷണൽ സിസ്റ്റത്തിനെ എതിരായിരുന്നു. ന്യൂ ഐ ഡോണ്ട് ലൈക്ക്. പിന്നെ ഷാജിയെ പോലെ കലാപരിപാടിയായിരുന്നു പ്രധാന പരിപാടി. എന്തൊക്കെയായിരുന്നു കലാപരിപാടികൾ? നാടകം കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ സ്കൂളില് അന്നൊക്കെ ജോണി ചേട്ടനൊക്കെ അറിയാം, അതൊക്കെ ഈ പാമ്പുകൾക്ക് അപ്പൊ ഇതിനകത്ത് പിച്ചക്കാരൻ വേണം. അപ്പൊ പിച്ചക്കാരൻ ഒരു നാടകത്തിലുണ്ടെങ്കിൽ ഫസ്റ്റ് അടിക്കാം. അപ്പൊ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ ഒരു നാടക ആചാര്യനുണ്ട്, പുള്ളി പഠിപ്പിച്ചു തരും. പിച്ചക്കാരനാണെങ്കിൽ ഇങ്ങനെ പിച്ചപാത്രം, പിന്നെ ഈ ഇങ്ങനെ ഒന്ന് കൂട്ടിങ്ങനെ, എന്നിട്ട് പിന്നെ ഈ പാട്ട് പാടണം, പാമ്പുകൾ. അങ്ങനെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പിച്ചക്കാരനായിട്ട് ഫസ്റ്റ് വാങ്ങിച്ചു നാടകത്തിന്. ഒരു പ്രശ്നം ഉണ്ടായത്, ഞങ്ങളുടെ സ്കൂളിൽ ഇഷ്ടം പോലെ ദേവൻ വേണ്ട, വാസുദേവൻ, സഹദേവൻ, ഉണ്ണിദേവൻ, ചന്ദ്രദേവൻ, സോമദേവൻ, വാമദേവൻ. അപ്പൊ സാറുമാര് പറയും ആ പിച്ചക്കാരൻ ദേവനെ. അങ്ങനെ 8ലും 9ലും പിച്ചക്കാരൻ വാങ്ങിച്ചു ഫസ്റ്റ് അടിച്ചുകൊണ്ട് എന്റെ പേര് പിച്ചക്കാരൻ ദേവൻ എന്നായി. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മാറ്റി പിടിക്കണമല്ലോ. അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ കുഷ്ഠരോഗി പിടിക്കാൻ തീരുമാനിച്ചു. കാരണം അന്നത്തേക്ക് നാടകത്തിൽ
ബെസ്റ്റ് ആക്ടർ കിട്ടണമെങ്കിൽ കുഷ്ഠരോഗിയാണ്. ബെസ്റ്റ് ആക്ടറോട് നല്ല പെമ്പിളാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹമാണ്. അപ്പൊ ബെസ്റ്റ് ആക്ടർ വേണം നിർബന്ധമായി. അപ്പം ഒരു പ്രശ്നം, ഈ കുഷ്ഠരോഗി അഭിനയിക്കാൻ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ ഈ താടി ഉണ്ടല്ലേ, ഇങ്ങനെ വിറപ്പിക്കാൻ പഠിക്കണം. അതിപ്പോ നിങ്ങൾ വലിയ ആക്ടേഴ്സിനൊക്കെ അത് പറ്റും. ഇവിടെ ഒക്കെ അമ്മുവിനൊക്കെ അറിയാം. പിന്നെ ഞാൻ എത്ര ശ്രമിച്ചാലും ഈ മാമുക്കായ ഇങ്ങനെ കൊഞ്ഞനം കുത്തുന്ന പോലെ അപ്പോൾ എനിക്ക് കുഷ്ഠരോഗി റോള് കിട്ടൂല, അതെനിക്ക് ഉറപ്പായി. പക്ഷെ ഈ സമയത്താണ് എന്റെ മൂത്ത ബ്രദർ പട്ടാളത്തിൽ നിന്ന് ലീവിന് വരുന്നത്. പുള്ളിക്ക് പാൻസ് ഉണ്ട്. അപ്പൊ പാൻറ് ഇട്ടാലേ അന്ന് ഡോക്ടർ ആവാൻ പറ്റും. ഈ കുഷ്ഠരോഗി ഉണ്ടെങ്കിൽ എല്ലാ നാടകത്തിലും ഡോക്ടർ മസ്റ്റാണ്. അപ്പൊ ഞാൻ അണ്ണൻ ലീവിന് വന്ന സമയത്ത് പറഞ്ഞു, എനിക്ക് 2 ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഈ പാൻറ് കൊടുക്കണം, അവർക്ക് ഡോക്ടറായിട്ട് നാടകം കളിക്കണം. അപ്പൊ ഈ പാൻറ് വെച്ച് ഞാൻ കുഷ്ഠരോഗി റോള് വില പേശി വാങ്ങിച്ചു. അങ്ങനെ ഞാൻ കുഷ്ഠരോഗിയായി ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ അതിന് രക്ഷപ്പെട്ടു. അതായിരുന്നു എന്റെ സ്കൂൾ ജീവിതത്തിലെ ഓർമ്മ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ കുഷ്ഠരോഗി സ്ഥിരം ഡയലോഗ് അല്ലേ, ഈ കുഷ്ഠരോഗി വന്നിട്ട് ഡോക്ടറോട് ചോദിക്കും, ഡോക്ടർ പറയൂ ഡോക്ടർ എന്താണ് എന്റെ അസുഖം? അത് ഇന്നസെന്റ് സർവകലാശാല പറഞ്ഞിട്ട് ഇന്നസെന്റ് അവരേക്കാൻ കയറും ഡോക്ടറായിട്ട്. ഇത് വളരെ വിഷമിച്ച് പറയേണ്ട ഡയലോഗാണല്ലോ. നിങ്ങൾക്ക് കുഷ്ഠം അങ്ങനെ പറയണ്ട. ഇന്നസെന്റ് നിനക്ക് കുഷ്ഠമാണോ? കുഷ്ഠരോഗം അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ പിടിക്കേണ്ട ഒരു രീതിയാണ്. ഇങ്ങനെ പതുക്കെ മടക്കി ഇങ്ങനെ പിടിക്കണം. ഡോക്ടർ ചുരുങ്ങി പറഞ്ഞ സ്കൂളിൽ പോകുന്നത് ഉടായി. ഏറ്റവും പ്രശ്നം ഈ ഡോക്ടർ പറഞ്ഞാൽ തീരും, പക്ഷെ ഡോക്ടർ പറയില്ല. പിന്നെ ഇയാള് പറയൂ ഡോക്ടർ പറയൂ. ഓക്കെ, ഞങ്ങള് ആക്ച്വലി ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടിട്ട് നമ്മള് ദേവൻ ചേട്ടന്റെ സ്കൂൾ ടൈമിൽ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരാനൊക്കെ നോക്കി. കൃത്യമായിട്ട് സ്കൂളിൽ പോകാത്തതുകൊണ്ട് അങ്ങനെ ഒരാളെ ഫിഗർ ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു യമനി ചേച്ചി എന്തായാലും അങ്ങനെ ആവാൻ വഴിയില്ല, കണ്ടിടത്തോളം അറിഞ്ഞിടത്തോളം സ്കൂളിലൊക്കെ പോകണ ഇച്ചിരി അത്യാവശ്യം ഗുരുഭക്തിയും ഭയമൊക്കെ ഉള്ളൊരു പെൺകുട്ടി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഞാൻ വളരെ സൈലന്റ് ഡീസന്റ് കുട്ടിയായിരുന്നു. പിന്നെ എന്റെ സ്കൂൾ ലൈഫ് എന്ന് പറയാൻ 2-3 സ്കൂളൊക്കെ മാറിയാണ് പഠിച്ചേക്കാം. കുട്ടിക്കാലം അരുണാചൽ പ്രദേശിലായിരുന്നു, അവിടെ കേവിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൊല്ലത്ത് വന്നിട്ട് ഫസ്റ്റ് റോസ്ഡെയിൽ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ചത് ഹൈസ്കൂൾ എല്ലാ വിദ്യാഭ്യാസവും കഴിഞ്ഞത് വിമല ഹൃദയ ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു. ഞങ്ങൾ എ ബാച്ചായിരുന്നു. എ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയം ABC, അത് കഴിഞ്ഞ് പിന്നെ മലയാളം മീഡിയം അങ്ങനെ. അപ്പൊ എ ബാച്ച് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് പഠിക്കുന്ന കുട്ടികളാണ് എ ബാച്ചിൽ. അപ്പൊ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം, 10th ഞങ്ങൾക്ക് ഏറ്റവും മടി പഠിക്കാൻ ഹിസ്റ്ററി ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും മടിയായിരുന്നു. ഹിസ്റ്ററി പരീക്ഷയുടെ തലേന്ന് വരെ ഞങ്ങൾ വെച്ചേക്കും പഠിക്കാൻ. അങ്ങനെ എപ്പോഴും ഹിസ്റ്ററിക്ക് മാർക്ക് കുറവാണ്. ഞങ്ങൾ 66 സ്റ്റുഡൻസ് ഉണ്ട് എ ബാച്ചിൽ. എന്റെ ക്ലാസ്സിൽ 66 പേരുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഈ മോഡൽ എക്സാമിന് തൊട്ട് മുന്നേ ക്ലാസ് ടെസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവർക്കും ഒരാളെങ്ങാണ്ട് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മാർക്ക് കുറവാണ്. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും എല്ലാം നിരത്തി പിടിച്ച് ഓഫീസ് റൂമിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. അപ്പം സിസ്റ്ററാണ്, ഹെഡ് മിസ്സസ് മഠമാണല്ലോ, അപ്പൊ സിസ്റ്ററാണ്. അപ്പൊ അന്ന് ആ ഒരു ദിവസം ഫുൾ ഞങ്ങളെ 65 പിള്ളേരെ നിർത്തി എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ പേരൻസിനെ കൊണ്ടുവന്ന് കയറി, സ്കൂൾ മൊത്തം അറിഞ്ഞു. ഞങ്ങൾക്കൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. അപ്പൊ ഈ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് 8, 9, 10 ഒരു ടീച്ചർ തന്നെ. അപ്പൊ ഓരോ സ്റ്റുഡൻസിന്റെയും എല്ലാം അറിയാം ടീച്ചർ. അപ്പൊ ഈ 8, 9, 10 ക്ലാസ് ടീച്ചർ ആയിരുന്നു ടീച്ചർ. അതെ, ഹൈസിന്ത് ടീച്ചർ. ഹൈസിന്ത് എന്നാണ് ടീച്ചറിന്റെ പേര്. ടീച്ചർ അന്ന് ടീച്ചറിനെ കണ്ടിട്ടില്ല, 10th കഴിഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു 2 വർഷം മുന്നേ ടീച്ചറിന്റെ ഒരു കോൾ എനിക്ക് വന്നു. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ടീച്ചറെ നമ്മുടെ സ്കൂളിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നൊക്കെ നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഈ നമ്മളിപ്പോ ഈ ഗ്രൂപ്പ്സ് ഒക്കെ തുടങ്ങിയല്ലോ ഇപ്പൊ. അപ്പൊ ആ സമയത്ത് സ്കൂളിൽ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ടീച്ചർ ഏതോ കുട്ടികളുടെ നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ചിങ്ങനെ സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ നിൽക്കുന്ന സമയത്ത് ടീച്ചറിന്റെ ഈ കോൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു 30 വർഷം ആവുമല്ലേ, പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു കോൾ. അപ്പൊ ടീച്ചറാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷവും. പിന്നെ നമ്മുടെ അമ്മ വിളിക്കുന്ന പോലെ എനിക്കപ്പോ ഫീൽ ചെയ്ത ടീച്ചറെ. പിന്നെ ഞാൻ ആ കോള് വരുന്ന സമയത്ത് നിന്നൊരു സിറ്റുവേഷനും അങ്ങനെയായിരുന്നു. അപ്പം അത്രയൊരു ഇതായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത് ടീച്ചർ. അപ്പൊ ടീച്ചറിനോട് സത്യം പറഞ്ഞ അന്ന് കരഞ്ഞാ സംസാരിച്ച, വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ 66 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു 65 പേരും ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഏറ്റവും നല്ല പോസ്റ്റുകളിൽ ഇരിക്കുന്നവരായിരിക്കും. കാരണം എല്ലാവരും നല്ല പഠിക്കുന്നവരായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ജോലിയൊന്നും ഇല്ലത് ഇങ്ങനെ ആയത്. പക്ഷെ അവരെ എത്ര പേരെ ഈ കേരളത്തിലുള്ള എല്ലാവരും അറിയും? അതാണ് സത്യം. ടീച്ചറിന്റെ അടുത്ത് ഞാൻ ഇത് പറഞ്ഞിട്ട് കരഞ്ഞു. അശ്വതി, ഇതൊക്കെ സത്യമാണ്. നമുക്ക് ടീച്ചറിനെ ഒന്ന് വിളിച്ചു ചോദിക്കുന്നില്ല. അതെ, യെസ്, നമുക്ക് കാണാം യമുന ചേച്ചിക്ക് അമ്മയെ പോലെയുള്ള പ്രിയപ്പെട്ട ടീച്ചറിനെ നമ്മൾ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നു.
നമ്മുടെ യമുനേച്ചിയുടെ അല്ലെങ്കിൽ അരുണയുടെ പ്രിയപ്പെട്ട ഹൈസിന്ത് ടീച്ചർ അല്ലേ? നമസ്കാരം ടീച്ചറെ, ഒരുപാട് സന്തോഷം നമ്മുടെ ഈ ഫ്ലോറിലേക്ക് വന്നതിൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ 31 ഇയേഴ്സ് കഴിഞ്ഞ മോളെ കാണുന്നത്. 1991 ബാച്ച് ആയിരുന്നു ഇവര് SSLCയുടെ 91 ബാച്ച്. സോ അത് കഴിഞ്ഞ് പിന്നെ ഈ മക്കളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സോ ഐ എം സീയിങ് ആഫ്റ്റർ 31 ഇയേഴ്സ് ഐ എം സീയിങ്. ടിവിയിൽ കാണാറുണ്ടായിരുന്നല്ലോ അല്ലേ? ദാറ്റ്സ് ഷുവർ. ഏതൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണുമായിരുന്നു. ഞാൻ എൻ്റെ മക്കളുടെയൊക്കെ കൊച്ചുമക്കളുടെയൊക്കെ പറയുക എൻ്റെ മോളിലുണ്ട്. പക്ഷെ മോൾ ഒരിക്കലും അങ്ങനെ പറയണ്ട. മോൾ നല്ലൊരു പ്രൊഫഷനിൽ പോയിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി സംതിങ് ഗ്രേറ്റ്. ടീച്ചറെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചറിന് എപ്പോഴും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ഒരിക്കലും 62 കുട്ടികളല്ലേ നിങ്ങൾ? 66 കുട്ടികൾ. സോ നമുക്ക് we have a aim for everyone. എല്ലാവരും നല്ല നിലയിലെത്തണമെന്നുള്ള ഒരു ചിന്തയെ നമ്മുടെ മനസ്സിലുള്ളൂ. So we don't look back what they are. So best performance you all gave, school time, school days, and everyone. She has chosen, Yamuna has chosen her own field, what she could do best. So I'm really, really happy. ഇപ്പൊ യമുന ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അറിയാറുണ്ടല്ലോ, ഇപ്പൊ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ടിട്ടില്ലെങ്കിലും. അപ്പോ ദേവൻ ചേട്ടനായിട്ടുള്ള കല്യാണ കാര്യം ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? എൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ പരിപാടിക്ക് എന്നെ വിളിച്ചപ്പം പറഞ്ഞ്, മിസ് അറിഞ്ഞോ ഇങ്ങനെ ഞാൻ വീണ്ടും കല്യാണം കഴിച്ചിട്ടുണ്ട്? ഞാൻ മോളെ ആരും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വേറെ കുറേ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് യമുന എനിക്കൊരു ജസ്റ്റ് ഒരു സ്മോൾ ബ്രീഫ് കാര്യങ്ങൾ ഹസ്ബൻഡിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞത്. അങ്ങനെ പക്ഷെ ഇപ്പൊ കണ്ടപ്പോഴാണ് ഇത്ര സുന്ദരനാണെന്ന് ടീച്ചറിന് മനസ്സിലായത്. പല പ്രാവശ്യം ഞാൻ കണ്ട് മേക്കപ്പ് റൂമിൽ വന്ന് കയറി ഇറങ്ങി പോയി. പക്ഷെ എനിക്ക് ഞാൻ അങ്ങോട്ട് മേക്കപ്പ് അല്ല, ഇതെന്റെ ഒറിജിനൽ ലുക്ക് ആയത്. സോ റിയലി യു ആർ ലക്കി ഇങ്ങനെ ഒരു മോളെ കിട്ടിയത്. യമുനയും ഭാഗ്യവതിയാണ്, ഇതുപോലെ ടീച്ചർമാർ കിട്ടിയില്ലേ? നമ്മള് നല്ല എനിക്ക് ഭയങ്കര ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അധ്യാപകരുണ്ട് നമ്മളെ എന്തെങ്കിലും ആയിട്ടുണ്ട്, അവരൊക്കെ അതിന് കാരണക്കാരാ എല്ലാവരും. അത് നമുക്കിടെയൊക്കെ പ്രത്യേകിച്ച്, കാരണം ഈ കലയാണെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു കണ്ടില്ലേ മോളാണ് ഈ ഏറ്റവും മിടുക്കി എന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമല്ലേ? അത് മാത്രമല്ല സാർ, നമുക്ക് ഈ 3 വർഷം കുഞ്ഞുങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് we don't know what they are. So slowly gradually നമ്മൾ അവരെ മനസ്സിലാക്കി അവരെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്. സോ only thing നമ്മൾ കുട്ടികളെ we have to give them respect, then they will respect you. യമുന ചേച്ചി ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്. കാരണം നമ്മളെ പഠിപ്പിച്ച ടീച്ചർ ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾക്ക് വേണ്ടി സംസാരിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം ടീച്ചർ പറഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ടീച്ചർമാർക്ക് പ്രചോദനമാവട്ടെ. ആൻഡ് ഞങ്ങളെ കുടുംബത്തിൽ വന്നതിന് ടീച്ചറിന് ഒരുപാട് നന്ദി. I am really blessed to be in front of you all. Same here. അപ്പൊ യമുന ചേച്ചിക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സങ്കടം വേണ്ട. ഞാൻ എങ്ങും എത്തിയില്ല എന്നല്ല. ഇപ്പൊ ടീച്ചറിനെ ആണെങ്കിൽ പോലും ഇതാ എന്റെ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ആ 66 പേരില് യമുന ചേച്ചിക്കാണ് ഇത്രയും പേരുടെ മുന്നിലേക്ക് കൊണ്ട് നിർത്താൻ പറ്റിയത്. ചേച്ചിക്കല്ലേ? സത്യം. അപ്പൊ നമ്മുടെ ബ്ലെസ്സിങ് എത്രയാന്നുള്ളത് ആക്ച്വലി നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ടീച്ചറെ ഒരുപാട് സന്തോഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതില്. നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ സാജുചേട്ടനെയും ചേച്ചിയും വിളിക്കാൻ പോവാണ്. പക്ഷെ നിങ്ങളുടെ ടാസ്കിനോട് ഭംഗിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല മധുരമുള്ളൊരു ടാസ്ക് ആണ്. ശരിക്കും മധുരമുള്ളൊരു ടാസ്ക് ആണ്. അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. നമ്മളിവിടെ പ്രോപ്പർട്ടി ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതെന്താന്ന് പറയാം, കുറച്ചു നേരം ക്ഷമിക്കും. അപ്പൊ കുറച്ചു നേരം ഒന്ന് മാറുന്ന നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാം. അപ്പൊ നമ്മുടെ മധുരമുള്ള ഗെയിം എന്താണ് എന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അല്ല, അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു രസം ഉണ്ടാവില്ല. ഇത് കാണിച്ചു തരായിരിക്കും നല്ലത്. സാജേട്ടൻ വായോ, എനിക്കൊരു ഹെൽപ്പ് വേണ്ടി വരും. നിങ്ങള് ഇത് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. പൊളിച്ചില്ലേ? നാരങ്ങ മിഠായി. ഈ സാധനം ഇതൊക്കെ എത്ര വർഷമായി? സിഗരറ്റ് മിഠായി. അശ്വതി, ഇതിന്റെ ചിക്കൻ ഇല്ലേ? ജീരക മിഠായി.
ചിക്കൻ ഉണ്ട് ഇവർ രണ്ടും നന്നായിട്ട് കളിച്ചു. ഇല്ല, എനിക്ക് നോൻപാ. അതല്ലേ ലോലിപോപ്പ് ഇത് മറ്റേ മറ്റേ കറക്കണത്. ആ പമ്പരം മിഠായി. ശ്ശേ. ഇത് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടോ? ഇത് മറ്റേ ഇങ്ങനെ ഈ പമ്പര മിഠായി അല്ലേ? അങ്ങനെ എന്തോ ഇതിന് അല്ല, പറയാ. അനൂപ് ടീം കണ്ടിട്ടുണ്ടോ ഇത്? നിങ്ങൾ സ്കൂൾ പഠിക്കുമ്പോ സ്കൂളിന്റെ ബാക്കിയുള്ള കടയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ടില്ല? ഇത് നിത്യ കണ്ടിട്ടില്ല കേട്ടോ. അതല്ല ഇതൊന്നും നിത്യ കണ്ടിട്ടില്ല. ഇതെങ്ങനെയാ ഇങ്ങനെ ഇതൊന്നും എന്തോന്നല്ല, ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇതെറിഞ്ഞാൽ ഞങ്ങൾക്കും കിട്ടും മിഠായി. ആ മിഠായി എല്ലാവർക്കും തരാം. ഇല്ലെങ്കിൽ കൊതി കിട്ടൂലേ നമുക്ക്. ആ ഇങ്ങനെയാ. ഇതാണ്. ആ ഇതായിരുന്നു ഇതിന്റെ ടെക്നിക്ക്. അത് ഇച്ചിരി കഴിക്കും പിന്നെ ഇങ്ങനെ കറക്കും. ഇതല്ലേ ലെവർ മിഠായി. ഇനി എന്താ ഉള്ളത്? നാരങ്ങ മിഠായി, പുളിമിഠായി, ശർക്കര മിഠായി. ആ ഇത് മറ്റേ ശർക്കര ഇങ്ങനെ ഉരുക്കിയിട്ടുള്ള കട്ടിയുള്ള മിഠായി ഇല്ലേ, അത് സിഗരറ്റ് മിഠായി. ഇത് മറ്റേ ഈ കുറെ കുഞ്ഞ് ആപ്പിൾ മിഠായി. ഇതിനൊരു സ്മെല്ല് തന്നെ ഡിഫറെന്റാ. അതില് വേറെ ടോയ് ഉണ്ടായിരുന്നു. ഇതിലൊരു കുഞ്ഞ് ടോയ് ഒക്കെ ഉണ്ടായിരിക്കും. ഒന്നുമില്ല കുട്ടിക്ക്, ഒന്നുമില്ല. ഇതെന്ത് മിഠായിയാ ഇത്? പക്ഷെ എനിക്ക് കണ്ടു നല്ല പരിചയമുണ്ട്. ആൻഡ് ഇവിടെ പുളിമുട്ടായി ഉണ്ട്. ഗ്യാസ് മുട്ടായി. ഇവിടെ ഇത് അത്യാവശ്യമാണ്. ഗ്യാസ് മുട്ടായി ഇവിടെ അത്യാവശ്യം. പുളിമുട്ടായി. താങ്ക്സ്. എന്റെ പൊന്നേ, ചീനിങ്. സോറി, എല്ലാവരും ക്ഷമിക്കണം. എനിക്ക് ആത്മനിയന്ത്രണം തരണേ. ഇനി നിങ്ങളുടെ ഗെയിം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഗെയിം എന്താന്ന് വെച്ചാല് ഈ റിങ് എറിഞ്ഞ് ഏതിലിടുന്നോ അതിനകത്ത് മിഠായി നിങ്ങൾക്ക് എടുത്ത് കഴിക്കാം. ഒരു ടേൺ എടുക്കുന്നത് ഇപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിൽ അടുത്ത ടേൺ അടുത്ത ടീമിനായിരിക്കും. അപ്പൊ നമ്മുടെ ഗെയിം എന്ന് വെച്ചാൽ റിങ് എറിഞ്ഞിട്ട് ഇതിൽ ഏത് ഭരണിയിലാണോ വീഴുന്നത് ആ ഭരണിയിലുള്ള മിഠായി എടുക്കാം. അവിടെ അവിടെ നിന്നിട്ട് വേണം എറിയാൻ. അപ്പൊ ദേവേട്ടന്റെ ട്രൈ ആണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. പൊളിഞ്ഞ് come on. ഞാനോർത്ത് ജോബിയുടെ കഴുത്തിൽ ചെന്ന് വിടുവായിരിക്കും. രശ്മി ചേച്ചിയുടെ ടേൺ ആണ് അടുത്തത്. നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? താഴെ വിടും, താഴെ വിടും. താഴെ ഒരു ബോട്ടിൽ വെക്കായിരുന്നു അല്ലേ? അതെടുത്തോ. അല്ല, ദേവൻമാരുടെ എക്സ്പ്രഷൻ കണ്ടോ? ഇതൊക്കെ വീണില്ല, മറ്റേത് വീണായിരുന്നു. കോയിൻ മിഠായി. ലാസ്റ്റ് ചാൻസ് തരാം ഓരോരുത്തർക്കും. ലാസ്റ്റ് ചാൻസ് ആണേ, 2 പേർക്കും ഉള്ള ലാസ്റ്റ് ചാൻസ്. അതിഗംഭീരമായ പോരാട്ടത്തിനൊടുവിൽ അവരെ കുറച്ച് കോയിൻ മിഠായി. രശ്മി ചേച്ചിക്കും ചേട്ടനും കോയിൻ മിഠായിയും ഇവർക്ക് 2 ഭരണികൾ കിട്ടിയിട്ടുണ്ട്. ഇതെന്ത് മിഠായിയാ? കട്ടിമിഠായും ഗ്യാസ് മിഠായും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ചേച്ചി കറക്റ്റ് ആയിട്ട് ചോദിച്ചു വാങ്ങിയതാ ഗ്യാസ് മിഠായി? അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. കിട്ടിയതും കൊണ്ട് അവനവന്റെ സീറ്റിൽ പോയിരിക്കോ ഫ്രണ്ട്സിന് കൊടുക്കോ എന്താന്ന് വെച്ചാൽ അതിൽ പറഞ്ഞാൽ എനിക്ക് വെച്ചേക്കണം ചേച്ചി. അല്ല, ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇത് എനിക്ക് തീരെ ഇഷ്ടമില്ല. എറിഞ്ഞിട്ട് പിടിച്ച് അതുകൊണ്ട് പോയാൽ മതി. ശരി, അപ്പൊ ജോൺസന് മിഠായി വേണോ?
കിട്ടിയാ വേണം. എറിഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ? കമോൺ നിത്യ വരൂ, രണ്ടുപേരും വരൂ. അപ്പൊ നിത്യയുടെ ചാൻസ് ആണ് ആദ്യം കേട്ടോ. നിത്യ തെക്കെടുത്ത് ലാസ്റ്റ് ചാൻസ് ആണ് നിത്യ. നോക്കി എറിഞ്ഞോ. സന്തോഷായില്ലേ? നിത്യക്ക് കിട്ടിയ മിഠായി നിത്യ ഓൾറെഡി വീതം വെച്ചു. നിത്യക്ക് കിട്ടിയ ഒരു മിഠായി ഭരണിയും നമ്മുടെ ടീമുകൾക്കായിട്ട് കിട്ടിയിട്ടുള്ള 3 മിഠായി ഭരണിയും മാത്രമാണ് സത്യത്തിൽ ഇവിടുന്ന് മിസ്സാവേണ്ടത്. പക്ഷെ ഇപ്പൊ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞ റാക്കുകളാണ് കാണുന്നത്. അപ്പൊ ഈ കേസ് ഒന്ന് ഒത്തുതീർപ്പാക്കിയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ ബൈ ഒന്നുമല്ല, എല്ലാവരും അവിടെ തന്നെ ഇരുന്നോണം. മിഠായിക്ക് കൃത്യമായിട്ട് കണക്കുള്ളതാണ്. സ്കൂൾ മെമ്മറീസും സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നു സ്റ്റെബിൻ ആൻഡ് വിനീഷ. അപ്പൊ എങ്ങനെയുണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് സ്കൂൾ യൂണിഫോം ഇട്ട് ഇറങ്ങിയിട്ട്? മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളുള്ള ഒരുപാട് സ്കൂൾ ജീവിതമായിരുന്നു എന്റേത്. അത് വീണ്ടും ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദി. കേരളത്തോടും എന്റെ കൂടെ ഇരിക്കുന്നവരോടും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. പോരെ? എന്താ മറക്കാൻ ആഗ്രഹിക്കുന്നത്? സത്യം പറ. ഞാൻ 10ാം ക്ലാസ് പരീക്ഷയുടെ തലേ ദിവസം ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നടന്നിട്ട് കാറ് ഓടിച്ച് പാടിപ്പോഴും ഉണ്ട് കാലമേ. ആണോ? ഡോക്ടറെ പാട് കണ്ടിട്ടുണ്ടോ? ഡോക്ടറോട് ചോദിക്കാൻ പാടില്ലേ? മുറിവിന്റെ പാട് ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോ അത് കുട്ടിയാണ് അപ്പുറത്തേക്കണത്. അതെ, അല്ല എങ്ങോട്ട് വിളിച്ചത്? മൈനർ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതേ ഫിഗർ വിട്. ഓക്കെ, അപ്പൊ പറയേ എന്തൊക്കെയാണ് സ്കൂൾ ലൈഫിലെ ഭീകര മെമ്മറീസ്? സ്കൂൾ ലൈഫില് എന്താ പറയാ, അങ്ങനെ ഭീകര മെമ്മറി എന്ന് പറയാൻ ഞാൻ ഭയങ്കര സൈലന്റ് ആയിട്ടൊരു ആളായിരുന്നു. അത് ഇപ്പോഴാണ് വയലന്റ് ആയത്. പണ്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ നടക്കുള്ളൂ. ഞാൻ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആളായിരുന്നു. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. അധികം ആരോടും സംസാരിക്കാത്ത, ഭയങ്കര ബുദ്ധിജീവി ലെവലിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കണം എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരാളായിരുന്നു. അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുള്ളത് 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നപ്പോൾ എനിക്കത് മനസ്സിലായി, നാട്ടുകാർക്ക് മനസ്സിലായി. അത് വേറെ സത്യം. പക്ഷേ 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 10ാം ക്ലാസ്സിൽ എനിക്ക് ഏകദേശം ഒരു 70% മാർക്ക് ഉണ്ടായിരുന്നു. എന്നിട്ടാണോ ഇതാ ഹംഭാവം? സ്കൂൾ മെമ്മറീസ് എന്തെങ്കിലും ചീന്തിയെടുത്ത ഏട് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? സ്കൂൾ മെമ്മറീസ് ചീന്തി എടുത്ത ഒരു ഏട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എന്താണെന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ അറിയില്ല. ഞാൻ ഇങ്ങനെ ബാഗിൽ പൊതിഞ്ഞെട്ടി കൊണ്ടുവന്നപ്പോ ഞാൻ വണ്ടിയിൽ വെച്ച് ഒളിപ്പിച്ചാ കൊണ്ടുവന്നത്. ഇത് എന്റെ ജീവിതത്തിലെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ എന്റെ ഓട്ടോഗ്രാഫ് ബുക്കാണ്. ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഇവിടുന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഒരുപാട് തപ്പി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഒരു സാധനമാണ്. പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഐറ്റം ആണോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇത് പുറത്ത് കാണാലോ. അങ്ങനെ എഴുതിയൊന്നും ഉറക്കം വായിക്കല്ലേ. ചിലപ്പോ പച്ച തെറിയൊക്കെ ഉണ്ടാവും. എന്റെ കൂടെ പഠിച്ചവന്മാരൊക്കെ അത്ര മാന്യന്മാരായിരുന്നു. ഞാൻ വായിക്കട്ടെ. സ്റ്റെബിന്റെ പഴയ ഓട്ടോഗ്രാഫ് ആണ്. ഇതിന്റെ ആദ്യം സ്കൂളിൽ പഠിച്ച എല്ലാരും കൂടെ ഒരുമിച്ച് സൈൻ ചെയ്ത പരിപാടികളൊക്കെയാണ്. BA പഠിച്ചാലും MA പഠിച്ചാലും എന്നെ മറക്കരുത് എന്ന് നിന്റെ സ്വന്തം രാജേഷ്. അല്ല, വേറെ വെറൈറ്റി ഉണ്ട്. ഒരു രാത്രിയിൽ ഒരു സ്വപ്നമോ ഒരു സ്വപ്നത്തിൽ ഒരു ജീവിതമോ തീരില്ല. അതിനാൽ ഉള്ള ജീവിതം അടിച്ചു പൊളിക്കണം മോനെ. അത് ഞാൻ അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതോ ഒരു സവിത എഴുതിയിട്ടുണ്ട്. ഹലോ, നിങ്ങൾ ഒന്നിച്ച് പഠിച്ചാ? സവിത വർക്കിയല്ലേ? ഹലോ, സവിത വർക്കിയല്ലേ? അത് സവിത, ഇത് സവിത. പേടിച്ചു പോയി. ഞാൻ വായിക്കാം. കാലമോടി അകലുന്ന നാളുകളിൽ നിന്റെ മനസ്സിലെ ഓർമ്മകളിൽ നിന്നും പതിയെ ഞാനും എന്റെ സ്നേഹവും പടിയിറങ്ങേണ്ടി വരും. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, കാലത്തിന് മായ്ച്ചു കളയാൻ പറ്റാത്ത എവിടെയെങ്കിലും മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ എന്റെ പേരും കുറിച്ചിടാമോ? മറക്കാതിരിക്കണം. എന്ന സ്വന്തം കൂട്ടുകാരി സവിത വർക്കി. ഇത് വേറൊരു രീതിയിൽ വായിച്ചോക്കെ. ഇല്ല, ഇത് ഈ ഒരു രീതിയിലേ വായിക്കുന്നുള്ളൂ. രീതി ഇത് എങ്ങനെയാ സ്റ്റെബിൻ എങ്ങനെയാ വായിച്ചേ?
ഇതല്ല കേട്ടാ, ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല. അശ്വതി, ഇനി എപ്പോഴെങ്കിലും ഒ പിയിൽ ഡോക്ടർ ഇരിക്കുമ്പോ ഏതെങ്കിലും ഒരു പേഷ്യന്റ് വരും. സവിത വർക്ക് ചെയ്യുന്നതാണോ? അല്ല, സവിത ജോസഫ്. എന്താ കഞ്ഞിപ്പുരയുടെ പുറകിൽ അന്ന് നീ തന്ന ഉമ്മ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതേതോ ഒരുത്ത പടി ചെയ്യാൻ വേണ്ടി എഴുതിയതാണ്. അല്ല, അതൊരു പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇതൊരാണാന്ന് പറഞ്ഞപ്പോ പിന്നെ ഏതോ ഒരുത്തനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോയി. മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ മുഖം മറന്നു പോയേക്കും. എപ്പോഴെങ്കിലും ഓർമ്മയിൽ വന്നാൽ മറക്കരുതേ. എന്ന് നിന്റെ അല്ല അവളുടെ സ്വന്തം ഡിനോ. അതാരാ? വലിയ കവിയാ. നിങ്ങളുടെ ആരെങ്കിലും ഓട്ടോഗ്രാഫ് ഇതുപോലെ ഇരിപ്പുണ്ടോ? എന്റെ ഇരിപ്പുണ്ട് കേട്ടോ. ആക്ച്വലി കല്യാണത്തിന്റെ തലേദിവസം കത്തിച്ചു കളഞ്ഞു. നിതിൻ എടുത്തിരിപ്പുണ്ടോ ഓട്ടോഗ്രാഫ്? ഇല്ല. അതെന്താ സൂക്ഷിക്കാത്ത? അന്ന് ഓട്ടോഗ്രാഫ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഗേൾസ് സ്കൂളാണ് പഠിച്ചത്. ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് സൂക്ഷിച്ചില്ല. എനിക്ക് ആ ഓർമ്മകളൊക്കെ വളരെ ഡേഞ്ചറസ് ഓർമ്മകളായിരുന്നു. ഗേൾസ് സ്കൂളിലായിരുന്നിട്ടും ഗേൾസ് സ്കൂൾ ആയിരുന്നിട്ടും അങ്ങനെ ആയിരുന്നു. നിത്യ പഠിക്കുന്ന സമയത്ത് ഓട്ടോഗ്രാഫ് ഒന്നുമില്ല. താളിയോലയോ അങ്ങനെ എന്തൊക്കെയോ എഴുത്താണി, ശിലാഫലകം അങ്ങനെ പോയി കാണും. ഇത് കൊള്ളാം കേട്ടോ, സൂക്ഷിച്ചു വെച്ചോ. ഭാര്യക്ക് കൊടുത്തേക്കട്ടെ. ഭാര്യക്ക് കൊടുക്കണ്ട. നിങ്ങൾ വായിക്കാത്ത കുറെ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ആരും വായിക്കാത്ത കുറെ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. 1-2 പേജുകൾ ഞാൻ കീറി കളഞ്ഞു. അപ്പോ വിനീഷയ്ക്ക് ഇതുപോലെയുള്ള നല്ല മെമ്മറീസ്? എനിക്ക് മെമ്മറീസ്, ഞാൻ ഈ 10th വരെ ഞാൻ പഠിച്ചത് കോൺവെന്റ് സ്കൂളിലായിരുന്നു. അപ്പൊ അത്യാവശ്യം സ്ട്രിക്റ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ +1 +2 ആയപ്പോഴത്തേക്കും പിന്നെ വേറൊരു ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറി. അത് കഴിഞ്ഞിട്ട് ശരിക്കും ഭയങ്കര സൂപ്പറായിരുന്നു. +1 +2 ലൈഫ് വേറെ ലെവലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് ഒരു NSS ക്യാമ്പ് വരുന്നത്. അതുവരെ ഞാനും ഈ ഭയങ്കര എന്താ പറയാ, അധികാരത്ത് സംസാരിക്കില്ല. അത് മാത്രമല്ല, ഒരാൾ കുടിച്ച വെള്ളം ബാക്കി കുടിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ശരിക്കും ആ NSS ക്യാമ്പ് കഴിഞ്ഞതോടുകൂടി ഭയങ്കര 7 days ക്യാമ്പായിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ മാറി, ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. ശരിക്കും അത് എന്റെ ലൈഫിൽ ഒരു ഭയങ്കര ചേഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ക്യാമ്പ്. അല്ല, വിനീഷ, ഞാൻ ട്രിവാൻഡ്രത്ത് ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് വിനീഷയുടെ തള്ളിലാണ് വണ്ടി ഓടുന്നത്. ഭയങ്കര മൈലേജാണ്. വണ്ടിയിൽ കയറുമ്പോ തുടങ്ങി ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി തള്ളി തുടങ്ങും. ഓക്കെ, ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് സീറ്റിൽ പോയിരിക്കാം. നമ്മള് ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിന് പറ്റിയ ശക്തരായ എതിരാളികളെ വേണം. ഞാൻ എതിരാളികളെ വിളിക്കട്ടെ. അപ്പൊ സ്റ്റെബിനും വിനീഷയ്ക്കും പറ്റിയ ഒരു എതിരാളി വേണം. നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഹരിച്ചേട്ടൻ ആൻഡ് സവിത ചേച്ചി. ഇത് മറ്റേ കോടതിയിലെ യൂണിഫോം അല്ലേ? ഇത് ഹരിച്ചേട്ടൻ ഇപ്പൊ സ്റ്റുഡന്റ് ആണോ അധ്യാപകനാണോ? പഠിച്ചോണ്ടിരിക്കുകയാണ്. കൊള്ളാം. ഏത് സ്കൂളിലാണ് പഠിച്ച രണ്ടുപേരും? ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ്, നമ്മുടെ പത്തനാപുരത്ത് തന്നെയുള്ള നടുക്കുന്ന് ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. സവിത ചേച്ചി എവിടെ പഠിച്ചത്? ഞാൻ പഠിച്ചത് കടയ്ക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ. ഞങ്ങൾ അതിനുശേഷം അത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. അപ്പൊ സ്കൂൾ ടൈം മെമ്മറീസ് പറ, ഏറ്റവും ഒരു ഹൈലൈറ്റ് സംഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ അധ്യാപകർക്കൊക്കെ എൻ്റെ അച്ഛനെ നന്നായിട്ട് പരിചയം ഉണ്ടായിരുന്നു. എന്നാലും സ്കൂളിലെ ഏറ്റവും കച്ചറ സ്റ്റുഡൻസിലൊക്കെ ഒരാളായിരുന്നു ഞാനും. ഏറ്റവും കച്ചറ ഭയങ്കര അലപ്പ് ബഹളം. നമുക്ക് എന്നും നല്ലോണം കടി കിട്ടുന്ന അങ്ങനെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. ഹരിചേട്ടാ, സവിത ചേച്ചി കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നുണ്ടായിരുന്നു, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എക്സാമിന്റെ സമയത്ത് നിങ്ങൾ കൂടെ പഠിക്കുന്നവരുടെ കാശ് വാങ്ങായിരുന്നു. കാശോ? നാളെ വരുന്ന ചോദ്യം ഞാൻ പ്രവചിക്കാന്നൊക്കെ പറഞ്ഞ് കാശ് വാങ്ങാൻ ഉള്ളതാണോ? ഞാനിപ്പോ പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ 9ൽ പഠിക്കുന്ന സമയത്ത് അന്ന് 9ലെ മാർക്കോടെ കിട്ടിയിട്ടാണ് 10ലോട്ട് കയറ്റി വിടുന്നുള്ള ഒരു ഇതുണ്ട്. കണക്കാണ്, ഒന്നും അറിയില്ല. അപ്പൊ എന്റെ അടുത്ത് ഇരിക്കുന്ന ജോർജ്, പരീക്ഷയ്ക്ക് ജോർജ് ഉണ്ട്. ജോർജ് ഭയങ്കര കണക്കനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ജോർജ് വന്ന് ഒന്നും പഠിക്കണ്ട, ഞാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ജോർജ് ചോദ്യപേപ്പർ കിട്ടിയപ്പോ ജോർജിന്റെ സ്വഭാവം മാറി. ഞാൻ പറഞ്ഞു, ജോർജേ എന്ന് പറഞ്ഞിട്ട് പരീക്ഷ സമയം തീരാൻ പോവാ. അവസാനം ജോർജിന് കാണുക, ഞാനിങ്ങനെ എത്തി നോക്കിയപ്പോ ഒരു ഉത്തരം 36 കിടപ്പുണ്ട് അവൻ എഴുതിയേക്കുന്നത്. ഞാൻ എനിക്കറിയാവുന്ന ഒരു ഫോർമുല ഇട്ടിട്ട് =36. അങ്ങനെ ക്രിസ്മസ് വെക്കേഷൻ കഴിയുന്നു. ഞാൻ സ്കൂളിൽ വരുന്നു. കണക്ക് സാർ, ഫിലിപ്പ് സാർ വരുന്നു. എല്ലാവരുടെയും ഓരോരുത്തരുടെ മാർക്ക് പറയുന്നു. എൻ്റെ മാത്രം പറയുന്നില്ല. അപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചു, എന്തോ കുഴപ്പമുണ്ടെന്ന്. എല്ലാവരുടെയും കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് നമ്മുടെ സ്കൂളിന് അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മുടെ സ്കൂളിനൊരു പൈതകോറസിനെ കിട്ടിയിരിക്കുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാനാണ് കോറസ്. ഈ ഉത്തരം ശരിയാണ്, 36. പക്ഷെ ഇതിലേക്ക് വന്ന ഫോർമുല
നമ്മുടെ ഗണിതശാസ്ത്രത്തിൽ ആദ്യമായിട്ടാണ് അത് ബോർഡിൽ ഇപ്പോൾ അദ്ദേഹം ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഫ്രാൻസിസ്, എൻ്റെ പേര് ഫ്രാൻസിസ് ആന്റണി എന്ന്. എന്റെ പൊന്നെ, അങ്ങനെ ഒരു പെടല് പെട്ടതാ ഓർത്തപ്പോ പറഞ്ഞതാ. അല്ല ശരിയാ, പണ്ട് ഇങ്ങനെ ചിലർ സഹായിക്കും ചിലർ സഹായിക്കത്തില്ല. സബിത ചേച്ചി, സ്കൂൾ ടൈമിൽ വല്ല ക്രഷും അന്ന് ആരെങ്കിലും പ്രപ്പോസ് ചെയ്യോ അങ്ങനെ വല്ല ഉണ്ടായിട്ടുണ്ടോ? ജീവന് ഭയമുള്ളവരാരും വരത്തില്ലായിരുന്നു, കാരണം അത്ര ഒരു ടെറർ സ്വഭാവമായിരുന്നു എന്റെ. കാര്യം പറയാലോ, ഞാൻ ഉള്ളത് തുറന്നു പറയുവാണ്. വീണ്ടും വീണ്ടും നിങ്ങൾ എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യൂ. വീണ്ടും വീണ്ടും സ്കൂൾ സമയത്തൊന്നും നമുക്ക് അങ്ങനെ പ്രണയം കാരണം ഞാൻ 1995 ആ സമയത്ത് പഠിക്കുവാണ്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്കൊരു പ്രണയമൊന്നും, അന്നത്തെ സമയത്ത് നമ്മൾ ആ പ്രണയവും നമ്മുടെ അല്ല, എനിക്ക് വീടിനടുത്ത്, പിന്നെ നമ്മൾ അറിയാവുന്ന അധ്യാപകര്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ. ഞാനേ ഉള്ളൂ കേട്ടോ, എന്റെ കൂടെയുള്ള പിള്ളേരൊക്കെ നല്ല നല്ല പിള്ളേരാണേ. അവരൊക്കെ എന്നെ പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള ഒരു മാർഗം ഇവിടെ ഉണ്ട്. കഴിഞ്ഞിട്ട് പറയാം. ഈ സബിത ചേച്ചിയുടെ ഫ്രണ്ട്സിനെ വല്ലതും അറിയോ? അതാ നമുക്ക് രഹസ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ സബിത ഇവരൊരു ഗ്രൂപ്പുണ്ട് വാട്സപ്പില്. ഗ്രൂപ്പിന്റെ പേര് ഭയങ്കര രസമാണ്, തെണ്ടി. ഡിവിഷനാണ്. അപ്പൊ ഞങ്ങൾ ഇവര് ഭയങ്കര ഗ്രൂപ്പ് കോള് സംസാരം. അപ്പൊ അതില് രഞ്ജന, പ്രസീന എന്ന് പറഞ്ഞ 2 കുട്ടികളും മിസ്സിംഗ് ആണ്, അവരെ നമുക്ക് തപ്പിപ്പിടിക്കണം എന്നൊക്കെ ആ ഗ്രൂപ്പിൽ അവരെയും കൂടെ ആഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഗ്രൂപ്പില് ആശയുണ്ട്, എനിക്ക് അറിയാവുന്നവരല്ല കേട്ടോ. ആശ, പ്രിയ, ഞാൻ ഫ്രണ്ട്സ് ആയിട്ടുള്ള വലിയ കമ്പനിയാണ്. അവര് ശരിക്കും പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ പോലും ഇവളോലും പിന്നീട് അറിയുന്നത്. ഇവരെ ഞാൻ മോളെ കൊണ്ട് ഈ ഫോൺ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി എന്നോട് അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഫ്രണ്ടിനെ മിസ്സിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ ഫോൺ ഓൺ ആക്കിയിട്ട് നമ്പർ എടുത്ത് ആദ്യം ആശയെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ മറ്റുള്ളവരെ എല്ലാം വിളിച്ചിട്ട് ഇവള് എനിക്ക് തോന്നുന്നു 27 വർഷമായിട്ട് കാണാത്ത ഒരു സുഹൃത്തുണ്ട്, 2 പേരുണ്ട്. രഞ്ജന, പ്രസീന എന്ന് പറയുന്ന 2 കുട്ടി. 27 സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ ഈ കുട്ടികളെ വളരെ കഷ്ടപ്പെട്ട്, ഫോൺ നമ്പർ കിട്ടാൻ തന്നെ പാടാ, അങ്ങനെ പലയിടത്ത് കണക്ട് ചെയ്ത് കണ്ടുപിടിച്ച് അവര് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇവരെ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല. ഞാൻ ആ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ കണ്ടിട്ടില്ല, 27 വർഷമായി കണ്ടിട്ടില്ല, ഓർത്തോണം. അപ്പൊ അവരിന്ന് ഇവിടെ ഉണ്ട്. സൗഹൃദങ്ങൾ പങ്കുവെച്ച് ഹൃദയവാതിൽ നാം തുറന്നേ, പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ചേർന്നിരിക്കാൻ. ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ. നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. ഞങ്ങളെ പൊക്കാൻ കണ്ടോ? ചുമ്മാതല്ല നിങ്ങളെ 3 പേരെ ഒന്നിച്ചൊരു ബെഞ്ചിലിരുത്തിയത്. ഞാൻ അതിൽ എന്നെ ഇത്രയും ദൂരം അവർ കാണാമെന്ന് എന്തുമാത്രം ഇന്നലെ വന്നേ. കിളിമാനൂരാ ഇവരെ വർക്കല വന്ന അവിടുന്ന് ട്രെയിനിൽ കയറി ഇന്നലെ ഇവിടെ. ഇതിൽ ആരാ രഞ്ജന? ഇത് പ്രസീന. സവിത ചേച്ചി എന്ത് തോന്നുന്നു? ഇത്രയും വർഷം എന്നെ കാണാൻ വന്നല്ലോ ശ്രുതി അവര്. ഞാനത് എങ്ങനെ തപ്പിപ്പിടിച്ചാലും അവരോടും വരെ വന്നല്ലോ. അവര് സത്യം ചേട്ടന്മാര് കൊണ്ടുവന്നല്ലോ. അവർക്ക് സത്യം പറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ. എന്ത് ചെയ്യണോ? ഞാൻ ഹൗസ് വൈഫ്. രണ്ടുപേരും ഹൗസ് വൈഫ് ആണ്. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം സവിത ചേച്ചി എവിടെയാന്ന് അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, ഞാൻ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. എനിക്ക് സബിതയായെന്ന് ഇതൊന്നും ഒട്ടും മനസ്സിലായില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനാണെന്ന്. 2-3 ദിവസത്തിന് മുമ്പേ ഞാൻ ഒരു ഷോ നോക്കിയപ്പോഴാണ് സബിതയായതെന്ന് മനസ്സിലായി. കാരണം രഞ്ജനൊന്നും ഇവർക്കൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഞങ്ങള് പിന്നെ 8 മുതൽ 10 വരെ ഒരേ ബെഞ്ചിലിരുന്ന് ഞാൻ ആദ്യ ശാന്തി, 2ാമത്, 3ാമത്, 4ാമത് ഞങ്ങളിരുന്ന്. ബ്യൂട്ടിഫുൾ. അതെ, നമുക്ക് പറയാനൊക്കെ ആണെങ്കിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ഇതിനകത്ത്.
ഞങ്ങൾ കഥകൾ കേൾക്കട്ടെ, പഴയ കാര്യങ്ങളൊക്കെ ചിലത് ചോദിച്ചറിയാനുണ്ട്. എനിക്ക് ലവ് ഒക്കെ ഉണ്ടെന്ന് അറിയാനാട്ടാ. ഉണ്ടായിരുന്നു. നിങ്ങൾ ഹരിച്ചേട്ടനെ അറിയുമായിരുന്നോ? കണ്ടിട്ടുണ്ട്. ഹരിച്ചേട്ടനെ ടിവിയിലോ അതുപോലെ വീഡിയോസ് അല്ല, അറിയത്തില്ലായിരുന്നു. എനിക്കിപ്പോ ഹസ്ബൻഡാന്ന് അറിയത്തില്ല. ഞാൻ ഫേസ്ബുക്കിലൊന്നും ഫോട്ടോ ഇട്ടിട്ടില്ലല്ലോ. ബുദ്ധിപൂർവ്വം അല്ല, സബിതയുടെ ഫോട്ടോ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് വന്നത്. 27 വർഷമായില്ലേ ഇപ്പൊ നിങ്ങള് നേരിട്ട് കണ്ടിട്ട്? 27 വർഷം ഭയങ്കര സന്തോഷമായിട്ടല്ലേ ഇരുന്നത്. ഇനി ഇപ്പൊ എന്താവൂ എന്തോ. ഈ സബിത എങ്ങനെ പറയുന്ന പോലെ വലിയ പ്രശ്നം ഉള്ള ആളായിരുന്നു? നല്ല സ്നേഹമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. ആരോട്? അല്ല, അങ്ങനെയല്ല, ഞങ്ങളോട് എല്ലാവരോടും നമ്മൾ നല്ല സ്വഭാവമായിരുന്നു. സിനിമ എനിക്ക് സിനിമയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പറയൂ. അരവിന്ദ് സ്വാമിയുടെ ഫാനായിരുന്നു. സത്യം പറഞ്ഞാൽ മരിക്കുന്ന ഒരു അവസ്ഥ അല്ലേ, അവസ്ഥ വരെ ഉണ്ടായിരുന്നു. എനിക്ക് പുസ്തകമൊന്നും ഇല്ല കേട്ടോ. അല്ല, നോട്ട് ബുക്കിൽ അത്ര അരവിന്ദ് സ്വാമിയുടെ പടം ഇങ്ങനെ ഓരോ പേജ് ഒട്ടിച്ച് ഇവരെ കൊണ്ട് കാണിക്കും. ഇതില് നമുക്ക് പറയണമെങ്കിൽ ഒരുപാട് കഥയുണ്ട് കേട്ടോ. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കേട്ടോ, പിന്നെ ഒരു പയ്യൻ ഇപ്പൊ വന്ന് എന്നും ഞങ്ങൾക്കുള്ള 10D ക്ലാസ്സിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇല്ലെല്ലാം കൂടെ നോക്കിക്കൊണ്ട് രഞ്ജനെ നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. പിന്നെ ഞാൻ കണ്ടുപിടിച്ചു ഇവനെ ഈ രഞ്ജനെ നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, രഞ്ജനെ നിന്നെ ഇങ്ങനെ കുറെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും അവന് പ്രേമമാണ് നിന്റെ അടുത്ത്. അപ്പൊ ഇവള് പറഞ്ഞു, ഇവനൊക്കെ ആര് പ്രേമിക്കുന്ന, ഇവളൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഒരു 3-4-5 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കണക്ക് വന്ന് പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത്തിരി പറയൂ രഞ്ജന, എനിക്ക് ഇത്തിരി എന്നെ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓടി വന്നിടത്ത് പറഞ്ഞു, ഇവളെന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. പറഞ്ഞു, നിന്റെ പണി നോക്ക്. ഇവനൊക്കെ അവസാനം വരെ മൈൻഡ് ചെയ്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് രഞ്ജന 10ാം ക്ലാസ് അവളെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോയി. ഞാൻ ഇങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പയ്യൻ, ഞാനപ്പോഴും ഈ ഞങ്ങൾക്കൊക്കെ ഈ പ്രൈവറ്റ് ട്യൂഷൻ ഉണ്ടല്ലോ, ഈ ശനി ഞായറും പ്രൈവറ്റ് ട്യൂഷന് ഞാൻ ഇങ്ങനെ ഇപ്പോഴും ഞങ്ങളൊരു റോഡും വയലും ഒക്കെ ഉണ്ട്, ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിപ്പോൾ ഈ പയ്യൻ ഇങ്ങനെ അവിടെ താഴെ നിൽപ്പുണ്ട് കേട്ടോ. അവൻ ഒരു പശു ഇപ്പോൾ അവൻ്റെ പശു എനിക്ക് അറിയത്തില്ല. അവൻ ഇങ്ങനെ എന്നിട്ട് പറഞ്ഞ് കുറേ ദിവസം സബിത എവിടാ പഠിക്കുന്നത്, ഞാൻ പറഞ്ഞു എൻ്റെ അടുത്താ പഠിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പൊ ഇവ അടുപ്പിച്ചടുപ്പിച്ച് അവിടെ ഒന്നങ്ങ് നിൽക്കുക. അപ്പൊ ഇവൻ ചോദിച്ചു, രഞ്ജനെ കാണാറുണ്ടോ? ഞാൻ ഇവിടെ 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ രഞ്ജനെ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല അവൾ എവിടെയാണെന്ന് പറയും. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ വീണ്ടും നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ വെച്ചാൽ എനിക്ക് സബിതയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചെന്തുവാ, അത് എനിക്ക് അന്ന് രഞ്ജനയല്ലായിരുന്നു ഇഷ്ടം, സബിതയായിരുന്നു. ഞാൻ ഒരൊറ്റ ആട്ടം, പശു ഒരോട്ടം, ഇവനും ഒരോട്ടം. അവനിപ്പോ എവിടെയോ ഉണ്ട്, പാവം പിടിച്ചവൻ. അല്ല, ഇനിയിപ്പോ അവൻ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. അവനിപ്പോ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും. ദൈവമേ, ഈശ്വരേട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. ഉണ്ടെങ്കിൽ നിത്യ, ഈ കൂട്ടുകാരുടെ സംഗമം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇപ്പം ഇവർക്കൊക്കെ ഇങ്ങനെ പറയാൻ നല്ല കഥകളെങ്കിലും ഉണ്ട്, എനിക്കൊന്നും പറയാൻ നല്ലൊരു കഥ പോലും ഇല്ല. ഞാൻ ഭയങ്കര കുരുത്തം കെട്ട സാധനമായിരുന്നു സ്കൂളില്. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ടീച്ചേഴ്സിനും ഇഷ്ടമല്ല, കുട്ടികൾക്കും ഇഷ്ടമല്ല, ആർക്കും നാടിനും വീടിനും ഒന്നും വേണ്ടാത്ത ഒരാളുണ്ടാവില്ലേ, അങ്ങനായിരുന്നു. ഇവിടുത്തെ പോലെ തന്നെ അത് തുറന്നു പറയാനുള്ള മനസ്സ്. സത്യം പറയും, മനസ്സ് തൊട്ട് പറയും, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? സത്യമായിട്ട് ഇഷ്ടമാ, വെറുതെ കോമഡി പറഞ്ഞേ, ഫീൽ ചെയ്യല്ലേ? എനിക്ക് ഫീൽ ചെയ്യും. ചേട്ടനുള്ള ഇവിടെ ഇഷ്ടമില്ലാത്ത ബാക്കി എല്ലാവർക്കും ഇഷ്ടം. നിത്യക്ക് നിത്യയുടെ പേരൻസ് ഒരു അസ്ട്രോളജറെ പോയി കണ്ടിരുന്നു. എന്ത് ചെയ്യും ജോത്സരെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരു മലയാളിയെ കൊണ്ട് തളയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു കാശ്മീർ തീവ്രവാദ ബന്ധമുള്ള അല്ലെങ്കിൽ അതുപോലെ യുദ്ധങ്ങൾ എപ്പോഴും മുന്നിൽ നടക്കുന്ന സ്ഥലത്തുനിന്നൊരു ആണെങ്കിൽ ചിലപ്പോ ആ പറഞ്ഞ സത്യ. അവസാനം പൊറുതി മുട്ടിയിട്ട് എന്റെ അമ്മ എന്റെ ജാതകം എടുത്തിട്ട് ഒരു ജോത്സ്യനെ കാണാൻ പോയി. അപ്പൊ അവര് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കുട്ടിയൊന്നും അല്ല, കുട്ടി പ്രശസ്തിയൊക്കെ ആവും, നല്ല ജാതകമാണ് ആ കുട്ടിയുടെ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ആളോട് ചോദിച്ചു, പ്രശസ്തി എന്ന് പറഞ്ഞ കുപ്രസക്തിയാണോ എന്ന് ചോദിച്ചു. കാരണം അമ്മയുടെ മനസ്സിൽ പോലും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാ. അതാണ് നല്ല ജോത്സ്യരായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നില്ല, സമയം പോകുന്നത് അറിയാതെ നമ്മളിരുന്ന് സംസാരിച്ചിരിക്കുന്ന ഏക വർഗം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ പഠിച്ചവരെ. അതെ അതെ, എത്ര നേരം വെളുത്താലും നമ്മൾ നിർത്തുകയില്ല. കാരണം അത്രയ്ക്ക് ഇന്റിമസി തോന്നുന്നവരുണ്ട്. എനിക്കത് എന്റെ ഫ്രണ്ട്സൊന്നും എന്റെ ഒരു വിലകിയത് പ്രത്യേകിച്ച് കൂടെ പഠിച്ചോ. യെസ്, അപ്പോ എന്തായാലും നിങ്ങൾ ഇവിടെ വരെ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോ അങ്ങോട്ടേക്ക് ഇരിക്കാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സവിത ചേച്ചി വിട്ടു തരുന്നതായിരിക്കും. താങ്ക് യു. സോ ഇവർ രണ്ടുപേരും ഉണ്ട്. ഇവരുടെ കൂടെ നമ്മൾ കൂട്ടുപ്രതികളായിട്ട് രണ്ടുപേരെ കൂടെ ചേർക്കുന്നുണ്ട്. സ്റ്റെബിൻ ആൻഡ് വിനീഷ. വൺസ് അഗൈൻ
എന്താടും വന്നേ ഞാനും എന്താടും ഞാനും എന്താടും. ഇത് നമ്മുടെ സ്കൂൾ മെമ്മറീസിന്റെ ഒരു എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ സ്കൂൾ മെമ്മറീസുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കളിച്ചിരുന്ന ഒരു ഗെയിമാണ് നിങ്ങൾക്ക് ടാസ്ക് ആയിട്ട് തരാൻ പോകുന്നത്. ബുക്ക് ബാലൻസിങ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു പരിപാടി. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോപ്പർട്ടീസ് കൊണ്ടുവരും. അപ്പോ നമ്മൾ ഈ പേപ്പറൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ടല്ലേ, ബ്രൗൺ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞു വെച്ച് പുസ്തകം കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജി ഒക്കെ തോന്നുന്നുണ്ടോ? ഇപ്പൊ പിന്നെ പിള്ളേർക്ക് പൊതിഞ്ഞു കൊടുക്കാറുണ്ടായിരിക്കും ഇങ്ങനെ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഫേസ് ടു ഫേസ് നിന്നിട്ട് ഈ ഓരോ ബുക്കായിട്ട് ബാലൻസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് നടന്ന് ആ ടേബിളിൽ കൊണ്ടുവെക്കണം. ഓരോ ബുക്കായിട്ട് ഒന്നിച്ചു കൊണ്ടുപോയ പെട്ടെന്ന് അല്ല, ഒന്നിച്ചു കൊണ്ടുപോകണ്ട, ഓരോന്നായിട്ട് കൊണ്ടുപോയാൽ മതി. ബുക്ക് തലയിൽ വെച്ച് കൊണ്ടുപോകണം, ബാലൻസ് ചെയ്ത്. ബുക്ക് തലയിൽ വെച്ച് കൊണ്ടുപോകണം. രണ്ടുപേരും കൂടെ വേണം കൊണ്ടുപോകാൻ. ഒത്തൊരുമയാണ് ഈ ഗെയിമിന്റെ വിജയം. ഇവിടെ വെക്കുന്നതും തലകൊണ്ട് അങ്ങനെ തന്നെയല്ലേ? അല്ല, കയ്യിലെടുത്ത് വെക്കാം. ഓക്കെ, അപ്പോ പെട്ടെന്ന് റെഡിയല്ലേ? ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എങ്ങനെയെങ്കിലും വെച്ചാ പോരെ? നേരെ വെക്കണം. എങ്ങനെയെങ്കിലും വെച്ചാ പോരെ? പതുക്കെ ചെയ്താൽ മതി, പതുക്കെ ചെയ്താൽ മതി. ഇട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരണം. ഹരിച്ചേട്ടാ പതുക്കെ 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 പതുക്കെ. ഹരി ബൈ സ്റ്റെബിനാണെന്ന് മൈക്കൽ ജാക്സൺ ആ പ്രതീക്ഷയും പോയി. ഹരിച്ചേട്ടാ കോൺസെൻട്രേഷൻ. സ്റ്റെബിനെ കോൺസെൻട്രേഷൻ. മര്യാദയ്ക്ക് നടക്കുവാണെങ്കിൽ സ്പീഡല്ല വേണ്ട, കോൺസെൻട്രേഷൻ. മൈക്കൽ ജാക്സൺ പെട്ടെന്നാവട്ടെ. ഇല്ലെന്ന് 2-0. ഓക്കെ ഫൈൻ. മൂന്നാമത്തെ ആട്ടോ. നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ല, ഇച്ചിരൂടെ പോവാട്ടാ. നിങ്ങൾ കുറച്ച് നേരത്തെ എടുക്കുന്നുണ്ട്, പറ്റത്തില്ല. അവിടെ ചെന്നിട്ട് എടുക്കാൻ പാടില്ല. ഞങ്ങൾ മൂലക്കോട്ടാ പോന്നെ. അതെന്തായിരുന്നു? ഒന്നുമില്ല. മിണ്ടാതെ ഉരിയാടാതെ. അടിപൊളി. അങ്ങനെ സംഭവിക്കാം. ദാറ്റ്സ് നാച്ചുറൽ. കണ്ടോ, ഇപ്പൊ ബാലൻസ് ആയി തുടങ്ങിയില്ലേ? ഇങ്ങനെയാണ് ജീവിതത്തിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുക. അരിച്ചേട്ടാ, കോൺസെൻട്രേഷൻ പോകരുത്. അശ്വതി, ഇനി വീട് പണിക്കൊക്കെ മണലൊക്കെ വരുമ്പോഴേ ഇങ്ങനെ രണ്ടുപേരുടെ ചുമന്നാ മതി. വെറുതെ പണികൾക്ക് ആ ഒരെണ്ണം കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ട് ഇവിടെ. അരിച്ചേട്ടാ, സബിത ചേച്ചിയുടെ കണ്ണിലേക്കാണോ നോക്കണേ? കണ്ണിലേക്ക് നോക്കി എനിക്ക് പേടി വരും. ഇവര് സ്കോർ ചെയ്തോട്ടോ. ജയിപ്പിക്കാനാ. സ്റ്റെഫിൻ എങ്ങടാ നോക്കുന്ന? സ്റ്റെഫിൻ പേടി വന്നു. സ്റ്റെഫിൻ കഞ്ഞിപ്പുര. വളരെ ദയനീയമായി പോകേണ്ട കാര്യമാണ്. ഞങ്ങൾ ഫസ്റ്റിലേതാണ്, ലാസ്റ്റാ ഞങ്ങളുടെ കേട്ടോ. സ്റ്റെബിൻ സബിത വർക്കി. എനിക്ക് സ്റ്റെബിൻ ഇത് കളിച്ചിട്ടുണ്ട്. ഹരിയണ്ണൻ ഇനി അരിയും ചാക്കെന്ന് വിളിക്കേണ്ടി വരും. എടുക്ക് കഴിഞ്ഞല്ല, വെക്കണം. സ്റ്റെഫിൻ സീരിയൽ കഴിഞ്ഞിട്ട് വേറെന്തോ പണിക്ക് പോകുന്നുണ്ടല്ലോ സ്റ്റെഫിൻ. ആ സബിതക്ക് നല്ല സ്പിരിറ്റ് ഉണ്ട് ചെയ്യാൻ വേണ്ടി.
ഹരിച്ചേട്ടാ സ്റ്റെഫിന്റെ നോക്ക്, അവൻ വളഞ്ഞിട്ടാ പോണേ. അതാണ് തോന്നുന്നു കറക്റ്റ് സൈസ്. ചരിച്ചു വെക്ക്. ഒന്ന് വളഞ്ഞു കൊടുക്കുന്നത് നല്ലതാണല്ലേ? ഹരിച്ചേട്ടാ ഒന്ന് വളഞ്ഞോ ഒരു സൈഡിലോട്ട്. കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതിലപ്പുറം ചാടി കടന്നവനാണ്. എനിക്ക് ജോബി ചേട്ടനായിരുന്നു എനിക്ക് സമം. അതിപ്പോ വീഴും. അതൊരു 5 പ്രാവശ്യം കൊണ്ട് ഇപ്പുറത്തുള്ളൂ. തലയിൽ ഇരിക്കുന്നില്ല. നേരെ നടക്കൂ സ്റ്റെഫിൻ. നേരെയല്ലേ നടക്കുന്നത്? അല്ല, കുറച്ച് വളഞ്ഞിട്ടാ. അങ്ങനെ നമ്മുടെ സ്റ്റെബിനും വിനീഷയും ഈ ബാലൻസിങ് ഗെയിമിൽ വിൻ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവരാദ്യം ഭയങ്കര ബാലൻസിലാണ് പോയിക്കൊണ്ടിരുന്നേ, പെട്ടെന്ന് അതൊക്കെ പോയി. പക്ഷെ ഒരാളുടെ തുടക്കം കണ്ടിട്ട് നമുക്ക് ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. തുടക്കം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഹരിച്ചേട്ടനാണ് സംഭവം. അങ്ങനെ കൊടുത്തതാ. സ്റ്റെഫിന് ചില ഓഫറുകളൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കിണറ്റിലേക്ക് ഫസ്റ്റ് റിങ് ഇറങ്ങി വേറെ നേരെ താഴ്ത്തോട്ട് പോയ പോലെ ആയി പോയി. കറക്റ്റായിട്ട് ഫസ്റ്റ് റിങ് ഇറങ്ങി. ഇങ്ങനെ നടന്നത് അതിലെന്തോ ഒരു ഗുട്ടൻസ് കിടപ്പുണ്ട്. എന്താ അത്? അല്ല, ഞാൻ ഇത് ഹോൾഡ് ചെയ്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ തലയിലാണ് ശരിക്കും ഹോൾഡ് ആയത്. ഇത് ഇവളുടെ തലയിൽ വെറുതെ ബാലൻസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് വെച്ചത് എന്റെ തലയിലാ. പക്ഷെ അരിഞ്ഞാ നിന്നത് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് വീഴുന്ന സമയത്ത് എനിക്ക് ബാലൻസ് ചെയ്യാലോ. ഇത് എന്റെ തലയിലാണ് ഇരിക്കുന്നത്. സമ്മതിക്കുന്നില്ല. രണ്ടുപേരുടെ പകുതി വെക്കണമായിരുന്നു. അങ്ങനെയല്ല, നമ്മൾ ബാലൻസ് ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ജീവിതത്തിൽ ആര് കൂടുതൽ വെയിറ്റ് എടുക്കുന്നു, ആര് കുറച്ച്, അങ്ങനെയല്ല. അവിടെ എത്തുമ്പോ ഒരു ബാലൻസിൽ എത്തണം എന്നുള്ളതാണ് ദാമ്പത്യത്തിന്റെ സൂത്രവാക്യം. എന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പോവാ. ബാലൻസ് ചെയ്യണ കാര്യത്തിലാണെങ്കിൽ അവരാ മുന്നിൽ. അത്രയും ബുക്ക് ബാലൻസ് ഒന്നും അവിടെ. അത് ശരി, ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല സ്റ്റെബിൻ ആൻഡ് വിനീഷ, കൺഗ്രാജുലേഷൻ. നമ്മുടെ ക്ലാസ്സിലെ ഈ മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് നമ്മൾ ചെറിയ സമ്മാനം കൊടുക്കുന്നുണ്ട്. തോറ്റുപോർക്ക് ചെറിയ പണിഷ്മെന്റും. അത് നേരത്തെ പറയണമായിരുന്നു, എന്നാ ഞങ്ങൾ ജയിച്ചേനെ. ആണോ? അപ്പൊ ആദ്യം പണിഷ്മെന്റ് കൊടുക്കണോ അതോ സമ്മാനം കൊടുക്കണോ? ആദ്യം പണിഷ്മെന്റ്. 10 ഏത്ത് വിടണം എന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. കുറയ്ക്കാൻ പറ്റില്ല. നമ്മളെല്ലാരും കൂടെ എണ്ണിക്കോളാം. അപ്പൊ സ്റ്റാർട്ട് ആയിക്കോട്ടെ. 1 2 3 4 5 6 7 8 9 10 8. സമ്മാനമുണ്ട് രണ്ടുപേർക്കും. വീട്ടിൽ കൊണ്ടുപോയി പേരൻസിനെ ഒക്കെ കാണിക്കണം, അവർക്ക് സന്തോഷമാവട്ടെ. അങ്ങനെ നമ്മുടെ വാശിയേറിയ ഇന്നത്തെ മത്സരത്തിന്റെ ഒടുവിൽ സ്റ്റെബിൻ ആൻഡ് വിനീഷയാണ് ഈ ഒരു റൗണ്ടിൽ ജയിച്ചിരിക്കുന്നത്. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെ നടന്നാൽ പോരാ, നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? നോക്കാൻ വേണ്ടി ജനിച്ചവർ വരൂ. ബാക്ക് ബെഞ്ചേഴ്സ്